നമുക്ക് ഇങ്ങനെ തുടങ്ങാം. എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സംതൃപ്തിയുടെയും സമ്പൽ സമൃദ്ധിയുടെയുമായ ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ടുള്ള നിങ്ങളെല്ലാവരെയും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കുറേ ദിവസമായി ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ടല്ലേ മറന്നുപോയി. പുതിയ കാണുന്നവർക്ക് അറിയില്ല, ചിലപ്പോൾ ഞാൻ തന്നെ മറന്നുപോയി. ഞാൻ ആരാണെന്ന് ഞാൻ എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം ഞാൻ ആരാണെന്ന്. അപ്പോൾ മാത്രമാണ് ഞാൻ ആരാണെന്ന് എനിക്ക് തന്നെ കൃത്യമായി ഓർമ്മ വരിക എന്നുള്ള തോന്നൽ ചിലക്കൊന്ന് വന്നു പോകുന്നു. ഇതിപ്പോൾ ഏതാ ഞാൻ, ആരാ ഞാൻ? അപ്പം അതുകൊണ്ട് ഒന്ന് എന്നെ തന്നെ പരിചയപ്പെടുത്തരാം. വളരെ ലളിതമായി പരിചയപ്പെടുത്തുന്നതായിരിക്കും. റെഡി ആവാനായിട്ടില്ല. ആദ്യം ഒന്ന് ഞാൻ റെഡി ആവട്ടെ, എന്നിട്ട് നിങ്ങൾ റെഡി ആവാം. ആൾക്കാർ ടൈപ്പ് ചെയ്യാൻ തുടങ്ങി റെഡി ഞാൻ പറയാം. എല്ലാവർക്കും പുതിയതായിട്ട് ഈ ചാനൽ കാണുന്നവർക്കും പുതിയതായി നമ്മുടെ ക്ലാസ്സിൽ വരുന്നവർക്കും ഇനിയും ഒരുപാട് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്നെ പറ്റിയിട്ട് ഞാൻ വിളിക്കുന്ന പേരാണ്, എൻ്റെ പേര് ദിനേശ് മുങ്ങത്ത്. അതുകൊണ്ട് എല്ലാവരും എന്നെ ദിനേശ് മുങ്ങത്ത് വിളിക്കുന്നു. ഞാൻ കാസർഗോഡ് ജില്ല സ്വദേശിയാണ്. UAE-യിലാണ് എൻ്റെ താമസം. കഴിഞ്ഞ 25 വർഷമായി UAE-യിൽ എല്ലാ പ്രവാസികളെ പോലെ ഒരു വിസ അടിച്ച് തീർന്നിട്ട് തിരിച്ചു പോകാൻ വന്ന ഒരു പ്രവാസിയാണ്. ഇപ്പോഴത്തെ തീരുമാനം എങ്ങനെയെങ്കിലും പോവാതിരിക്കുക എന്ന് മാത്രമാണ്. കാരണം എവിടെ പോയാലും ഒരുപോലെയാണെന്ന് തിരിച്ചറിയുന്നതുകൊണ്ടാണ് നാട്ടിൽ പോകണം ഇവിടെ നിൽക്കണം ഒരു വിഷയമില്ലാത്ത, അല്ല വേറൊന്നുമല്ല കേട്ടോ. സന്തോഷത്തോട് വീണിടം വിഷ്ണുലോകം എന്ന് പറയുന്ന രീതിയിൽ നല്ല സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഐശ്വര്യത്തോടു കൂടി ജീവിച്ചു പോകുന്നു എന്നുള്ളതാണ്. ഈ കാണുന്ന ചിരിയൊക്കെ അകത്തുനിന്നുള്ളതാണ്, പുറത്തുനിന്നുള്ളതല്ല കേട്ടോ. എപ്പോൾ നോക്കിയാലും രാത്രി 2 മണിക്ക് വിളിച്ച് എഴുന്നേറ്റിട്ടും ഹലോ എന്ന് ചോദിച്ചാൽ ഇതേ ചിരിയായിട്ട് വരും. കാരണം അത്രയും സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. അപ്പോൾ എൻ്റെ പരിപാടി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ബിസിനസ്സാണ്. അതുകൊണ്ട് ഞാൻ എന്നെ എൻ്റർപ്രണർ എന്ന് വിളിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അത് തന്നെ വിളിക്കാം. രണ്ടാമത്, ഞാൻ കുറച്ച് കുറച്ച് ഈ കാണുന്നതൊക്കെ വായിക്കുന്നതും അതുകൊണ്ട് കുറച്ച് എഴുതുന്ന ഒരു ശീലമുള്ളതുകൊണ്ട് ഒരു 4 പുസ്തകങ്ങൾ കഴിഞ്ഞ 2 വർഷം കൊണ്ട് പബ്ലിഷ് ചെയ്തു. അതുകൊണ്ട് എന്നെ എഴുത്തുകാരൻ എന്ന് വിളിക്കാം. പക്ഷെ അതിന് പ്രധാനമായിട്ടും ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഏരിയ മോട്ടിവേഷനാണ്, മൈൻഡ് ട്രെയിനിങ് ആണ്. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. കാരണം ഒരാൾ മുഖത്ത് നോക്കി ഞാൻ അവരുടെ മുഖലക്ഷണമല്ല, അവർ മനസ്സിലിരിക്കുന്നത് പറയും. യാതൊരു തർക്കവും വേണ്ട. ആർക്ക് സംശയമുണ്ട്, സേതു മാധവൻ ചേർന്ന് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കോഴിക്കോടേക്ക് വന്നാൽ മതി, ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞു തരാം. അത് എവിടുന്നോ കിട്ടിയ സിദ്ധിയാണെന്ന് പറയാം. ഓക്കെ, എനിവേ ദാറ്റ് ഈസ് ഗുഡ് തിങ്സ്. അപ്പോൾ പിന്നെ വേറെന്താ എന്നെ പറ്റി പറയാനുള്ള? ഇത് തന്നെയാണ് എന്നെ പറ്റിയുള്ള എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ഭാര്യയും 2 കുട്ടികളും. മകൻ ഡിഗ്രി പഠിക്കുന്നു, ഇംഗ്ലീഷാണ് അവൻ്റെ പ്രധാന മേഖല. അവൻ കോണ്ടന്റ് റൈറ്റർ, ഓതറാണ്. കഴിഞ്ഞ വർഷം ഷാർജ ഇന്റർനാഷണൽ ബുക്സ് ഫെസ്റ്റിവലിൽ അവൻ്റെ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യേണ്ടായി. ഇപ്രാവശ്യം ഒരു ബ്രേക്ക് കൊടുത്തിരിക്കുകയാണ്. അടുത്ത വർഷം വീണ്ടും ഉണ്ടാകും. അപ്പോൾ കാർട്ടൂൺസൊക്കെ എഴുതിക്കൊണ്ടും അതിൻ്റെ കോണ്ടൻ്റൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അവൻ ഇംഗ്ലീഷിൽ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നു. മകള് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നാട്ടിലാണ് അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ നാട്ടിൽ കാസർഗോഡ് ജില്ലാ സ്വദേശിയാണ്. നേരത്തെ ഒന്നുകൂടി ഉറപ്പിച്ച് പറയാണ്. കാരണം ആ ഭാഗത്ത് നിന്ന് ആർക്കും ഇല്ലയെന്ന് പ്രതീക്ഷിക്കേണ്ട ഞാനുണ്ട്. ഇനിയിപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും നിറഞ്ഞു നിൽക്കാൻ ഞാനുണ്ട്. അടുത്ത് തന്നെ നമ്മൾ ഹിന്ദിയിലും ഇതേ പരിപാടി തുടങ്ങും. അതുകൊണ്ട് ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്നെ ഇങ്ങനെ കാണുന്നുണ്ട്, കുറച്ച് കഴിയുമ്പോൾ നിങ്ങളാരും വിചാരിക്കേണ്ട ഇത്ര ഈസി ആയിട്ട് കാണൂല. കാരണം അവിടെയും ക്ലാസ് എടുക്കണം, ഇംഗ്ലീഷിലെടുക്കണം, ഹിന്ദിയിലെടുക്കണം, അങ്ങനെ അങ്ങ് പോവും. അതുകൊണ്ട് ഇപ്പോൾ കിട്ടുന്നത്ര നിങ്ങൾ എന്നെ കണ്ടോളൂ എന്നാണ് സിമ്പിളായിട്ട് പറയേണ്ടത്. അപ്പോൾ ഇത്രയായിട്ട് എന്നെപ്പറ്റി പറയാനുള്ളൂ. സിമ്പിൾ. ബാക്കിയെല്ലാം വളരെ ഈ കാണുന്ന പോലെ ഈ ഒരു കോട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതിനകത്തൊക്കെ വളരെ ലളിതമായൊരു മനുഷ്യനാണ്. വളരെ പക്ഷേ ഹൈറ്റും വെയിറ്റൊക്കെ കുറച്ച് കൂടുതലാണ്. ഒരു 100 കിലോ വെയിറ്റും ഒരു 6 അടി 4 ഇഞ്ചൊക്കെ ഹൈറ്റൊക്കെ ഉണ്ട്. അതുകൊണ്ട് സാധാരണ കുറച്ച് വലിയ മനുഷ്യനാണ് എല്ലാ കാര്യത്തിലും. ഓക്കെ, താങ്ക് യു. ഇത്രയും മതി. ഇത്രയും ലളിതമായിട്ടാണ് ഞാൻ എന്നെപ്പറ്റി പരിചയപ്പെടുത്തിയത്. ഇനി നമ്മൾ ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പെട്ടെന്ന് പറഞ്ഞു പോകാം. കാരണം നമുക്ക് മെഡിറ്റേഷൻ, വളരെ സൂപ്പറായിട്ടുള്ള മെഡിറ്റേഷനിലെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ സമയം കളയാൻ പറ്റില്ല. ഞാൻ ഓഫീസിൽ നിന്ന് വന്ന് ഓടിപ്പിടിച്ച് ഒന്ന് കുളി വരുത്തിയെന്നേ ഉള്ളൂ. പ്രാർത്ഥന കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, സമയം കിട്ടിയില്ല. അപ്പോൾ അത് പെട്ടെന്ന് തീർക്കാം. ഇന്നത്തെ ക്ലാസ് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ക്ലാസ്. ഇന്നലെ നമ്മൾ മാനിഫെസ്റ്റേഷൻ എന്താണ്, എങ്ങനെയാണെന്ന് പഠിച്ചു. അതിൻ്റെ മറ്റു രൂപത്തിലാണ് ഇന്ന് പഠിപ്പിക്കുന്നത്. പ്രധാനമായിട്ട് എന്തിനാണ് ഇന്നത്തെ ക്ലാസ് ഇങ്ങനെ ഒരു ക്ലാസ് വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെല്ലാവരെയും ഒരു കാര്യത്തിന് തയ്യാറെടുപ്പിക്കാനാണ്. അത് നിങ്ങളെല്ലാവരും തയ്യാറാണെങ്കിൽ, സന്തോഷത്തോടു കൂടി തയ്യാറാണെങ്കിൽ ടൈപ്പ് ചെയ്തോടുക. പക്ഷെ എന്തിനാണെന്ന് പറയണം അല്ലേ? നിങ്ങൾ തയ്യാറാവേണ്ടത് മറ്റന്നാൾ
ഞായറാഴ്ച 17/11/2024 ഞായറാഴ്ച ദുബായിൽ വെച്ച് നടക്കുന്ന നമ്മുടെ പ്രോഗ്രാമിൽ ലൈവായിട്ട് പങ്കെടുക്കാനും, അത് കഴിഞ്ഞ് കോഴിക്കോട് നടക്കുന്ന പരിപാടി, അതൊക്കെ എത്താൻ പറ്റാത്ത ആൾക്കാർക്ക് കോഴിക്കോട് വെച്ച് പരിപാടിയിലും പങ്കെടുക്കാൻ തയ്യാറാണെന്നവർ മാത്രം ഹാപ്പി ആൻഡ് റെഡി എന്ന് എഴുതിയാൽ മതി. ഇപ്പൊ പണി പറ്റിയല്ലേ? എല്ലാവരും എഴുതാൻ തയ്യാറായി. സാറ് കണ്ടീഷൻ വെച്ച് ഇപ്പൊ ഞാൻ നോക്കി വെക്കും എത്ര പേര് ടൈപ്പ് ചെയ്തു, അത്ര പേര് മാത്രം ഞാൻ അന്നേക്ക് അവിടേക്ക് അഡ്മിഷൻ തരുള്ളൂ. എഴുതാത്തവർക്ക് അഡ്മിഷൻ തരില്ല. വളരെ ലളിതമായി പരിപാടിയൊക്കെ അല്ലേ? അതാണ്ടോ, ആരുമില്ല, ടൈപ്പിങ്ങേ ഇല്ല, ഹാപ്പി എന്നില്ല, നിങ്ങൾ ടൈപ്പ് ചെയ്തോളൂ. ഒരു ഹസ്ബൻഡും രണ്ടുപേരും വരണം. കാരണം നമ്മളിവിടെ കൊച്ചി പ്രോഗ്രാമിൽ വെറുതെ ഭാര്യയ്ക്ക് സപ്പോർട്ടായിട്ട് വന്ന ഹസ്ബൻഡുമാർ ഇന്ന് പറയുന്നത് എന്താണ്? സാറേ, അവളല്ല മാറിയ മൊത്തം ഞാനാണ്, അതിന് മുതലായത് എനിക്കാണ് വരവിൽ നിന്ന് പറയുന്ന എത്രയോ ആൾക്കാരോട് ഉണ്ടല്ലേ. ഭാര്യ ഒന്നും ഇല്ല, നീ വേണമെങ്കിൽ അവിടെ കയറിക്കോ, ഞാൻ പുറത്തെങ്ങാനും നിന്നോളാം, നീ എനിക്ക് വേണ്ടി അവിടെ ഒന്നും ചെയ്യണ്ട, ഞാൻ അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിന്നോളാം എന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പൊ നമ്മളെ കൂടെ യാത്ര അല്ലേ? അങ്ങനെ കുറെ ആൾക്കാരുണ്ടല്ലോ, വിളിക്കണ്ടല്ലോ. യാത്ര ചെയ്ത് ജീവിതത്തിൽ ശരിക്കും അനുഭവിച്ച് മാനിഫെസ്റ്റേഷൻ എന്താണെന്ന്, മിറാക്കിളുകൾ എന്താണെന്ന് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ ഹസ്ബൻഡുമാരോട് പറഞ്ഞാൽ മതി, ഇങ്ങനെ ഒരു പരിപാടി എനിക്ക് പോകാൻ, പിന്നെ അവർ നമ്മുടെ കയ്യിൽ കൂടെ ആയിക്കോളും. അതൊന്നും പ്രശ്നമല്ല, അവിടെ എത്തിച്ചു തന്നാൽ മതി. നിങ്ങൾ എത്തിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്, ബാക്കി നമ്മൾ ശരിയായിക്കോളും, ഒരു കുഴപ്പമില്ല അല്ലേ? അപ്പോൾ റെഡിയാണ്. അപ്പൊ എന്തിനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ? ഇതാണ് ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇന്ന് വെക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ, എന്നോട് ഇന്ന് രാവിലെ ഒരാള്, യു എയിലുള്ള ഒരാള്, ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ചാർജ് തന്നെയാണല്ലോ, ഹസ്ബൻഡിനാണല്ലോ ചാർജ് ചെയ്യേണ്ടത്. ഒരാൾ ചോദിക്കുന്ന ചോദ്യം, ഹസ്ബൻഡിന് എക്സ്ട്രാ ചാർജ് അല്ലേ? ഈ ഹസ്ബൻഡിനേ എക്സ്ട്രാ ചാർജ് ഉള്ളൂ, നിങ്ങൾക്കാർക്കും ഇല്ല. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ചാർജ് മൊത്തം കിടക്കുന്ന ഹസ്ബൻഡിനാണ്, നമ്മൾ ചാർജ് ആക്കി വിടുന്നത് ഹസ്ബൻഡിനെയാണ്. കുഴപ്പമില്ല, ധൈര്യപൂർവ്വം വന്നോ. ഒരാൾ ഇന്ന് എനിക്ക് ഒരു എന്നെ വിളിച്ചു ചോദിച്ചു, എന്തിനാണ് ഈ ദുബായ് പരിപാടി വെച്ചിരിക്കുന്നത്, എന്താണ് ഇതിനകത്തുള്ളതെന്ന് വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ അല്ല, അത് ശരി, എന്താണ് ഈ മാനിഫെസ്റ്റേഷൻ, ഇത് എന്തിനത് ചെയ്യുന്നത്, ആർക്കതിന്റെ ഗുണം? അപ്പൊ ഞാനൊന്ന് ദൈവമേ, ഇത്രയും ദിവസം ഞാൻ ക്ലാസ് എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പൊ എന്നോടനെ ആയാലും ആൾക്കൊരു എന്താണ് ഈ മാനിഫെസ്റ്റേഷൻ, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം. അങ്ങനെയാണ് ഞാനതൊന്ന്, എന്തുകൊണ്ട് മാനിഫെസ്റ്റേഷൻ നമ്മൾ അറിയണം, ആർക്കാണ് ഈ ക്ലാസ് എന്ന് ഒന്ന് വിശദമാക്കണം എന്ന് കരുതിയിട്ടാണ്. അതിലുള്ളവർ മാത്രം വന്നാൽ മതിയല്ലോ, മറ്റുള്ളവർ വരണ്ടല്ലോ. ആ കണ്ടീഷനിലുള്ളവർ മാത്രം വന്നാൽ മതി എന്നുള്ള ഇതുകൊണ്ടാണ്. വെറുതെ അവിടെ വന്നിട്ട് മറ്റെന്തെങ്കിലും ഉദ്ദേശം കൊണ്ട് വന്നിട്ട് കാര്യമില്ല എന്നതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ക്ലാസ് ഇങ്ങനെ ഒരു സംഭവം വെക്കാം എന്ന് തോന്നിയത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ വരിക. ഗുണമുണ്ടാവും തോന്നുന്നവർക്ക് മാത്രം, ഈ വിഷയങ്ങളൊക്കെ അനുഭവിക്കുന്നവർ, അതാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഏരിയ. അതാണ്, അവർക്ക് മാത്രമാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. ഒന്നാമതായിട്ട് ആരാന്നറിയോ? ഇതിൽ വരേണ്ട ആൾക്കാരുടെ പ്രധാനമായ ആൾക്കാർ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാം നിങ്ങൾക്കുള്ളതാണ്. ഒന്ന് എഴുതി വെച്ചോളൂ, ഇതുണ്ടോ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വന്നാൽ, ഇല്ലെങ്കിൽ നിങ്ങൾ വരണ്ട. എഴുതിക്കോളൂ. ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ടോ? ഇല്ലാത്തവർ ഒരു രീതിയിലും അനങ്ങണ്ട, കൃത്യമായി എഴുതി വെച്ചോളൂ. എന്താണ് പ്രശ്നങ്ങൾ, അതും കൂടി പറയണ്ട. എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? എല്ലാ പ്രശ്നങ്ങളൊന്നും അല്ലല്ലോ, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിയില്ല. ഒന്ന്, കടബാധ്യതയുണ്ടോ നിങ്ങൾക്ക്? കടം നിങ്ങളുടെ വിഷയമാണോ എങ്കിൽ ഈ മാനിഫെസ്റ്റേഷൻ പ്രോഗ്രാമിൽ വരിക. ഇതിനുള്ള സൊല്യൂഷൻ ഉണ്ട്. ഞാൻ എഴുതി വെക്കുകയാണ്, ഞാനും എഴുതി വെക്കാം. ഇതിന്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് അന്ന് ഞാൻ അവിടെ പറഞ്ഞു തന്നിരിക്കും. ഞാനും കൂടി എഴുതി വെക്കാം. ഇതേ പോയിന്റുകൾ അത് കഴിഞ്ഞിട്ടായിട്ട് നടന്നില്ലേ നിങ്ങൾ പറഞ്ഞോളൂ. ഇവിടെ ഇപ്പോൾ നമ്മുടെ മെഡിറ്റേഷൻ 2020 മെഡിറ്റേഷൻ തന്നെ കഴിഞ്ഞപ്പോൾ തന്നെ മിറാക്കിളുകൾ വന്ന ആൾക്കാരുണ്ട് ഇവിടെ അല്ലേ? വിഷയം പറഞ്ഞവരാണ്. വെറും 3 ദിവസത്തെ പരിപാടി കൊണ്ടൊക്കെ മിറാക്കിളുകൾ ഇവിടെ വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ കടബാധ്യതയുള്ള വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളത് പ്രോഗ്രാമാണ് ദുബായിൽ ഞായറാഴ്ച നടക്കുന്നതും അത് അടുത്ത് തന്നെ കാലിക്കറ്റ് നടക്കുന്നതും ഉണ്ടെങ്കിൽ മാത്രം. സാമ്പത്തികമായ പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ?
സാമ്പത്തികമായ വിഷയങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? ഇത് നിങ്ങൾക്കുള്ളതാണ്. പ്രയാസകരമായ ബന്ധങ്ങളിലൂടെയാണോ നിങ്ങൾ പോകുന്നത്? നിങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ നിങ്ങൾ ഒരാളെയല്ല, കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ്. ദുരന്തമായ വിഷയങ്ങൾ അല്ലെങ്കിൽ ബന്ധങ്ങളിൽ എന്തെങ്കിലും വിള്ളലുകൾ അനുഭവിക്കുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ ജോലിയിൽ സംതൃപ്തി ഇല്ലാത്തവരാണോ നിങ്ങൾ? ചെയ്യുന്ന ജോലിയിൽ കൃത്യമായി സംതൃപ്തി ഇല്ലാത്തവരാണെങ്കിൽ അതിന് പാകപ്പെടുത്താനുള്ള വഴികൾ നമ്മൾ അവിടെ പറഞ്ഞു തന്നിരിക്കുന്നു. ഇതിൽ നിന്നും ഇത്രയും കാര്യങ്ങളിൽ നിന്ന് മാറാൻ ആഗ്രഹമുണ്ട്, ഇതെനിക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ദിസ് വെന്യൂസ് ഫോർ യു. ഈ സെഷൻസ് 2 സെഷൻ നിങ്ങൾക്കുള്ളതാണ്. ഇനിയോ മറ്റൊരു കാര്യമുണ്ട്. കടബാധ്യതകളിൽ നിന്ന് പുറത്തു കടന്ന് എങ്ങനെ ഒരു അബൻഡൻസ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാമെന്ന് കൃത്യമായി പഠിപ്പിച്ച് അനുഭവിച്ചു തരുന്നു. കടബാധ്യതയിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കാം. പുറത്ത് കിടക്കുന്ന വെച്ചാൽ ഞാൻ കാശ് തന്നിട്ട് നിങ്ങളെ കടം തീർക്കുമെന്നല്ലോ കേട്ടോ, അങ്ങനെയൊന്നും ആരും അർത്ഥാക്കിയേക്കല്ലേ. അങ്ങനെയൊന്നും മീനിങ്ങേ ഇല്ലേ. ആരും പറഞ്ഞു സാർ അന്ന് ക്ലാസ്സിൽ പറഞ്ഞു എൻ്റെ കടമത്തത് ഒരു പരിപാടിയില്ല, ഒറ്റ പൈസ അങ്ങോട്ട് തന്നിട്ടുള്ള പരിപാടിയില്ല കേട്ടോ. പറയാം അതും പൊടി പറഞ്ഞു തന്നെ. ഇല്ലെങ്കിൽ വീഡിയോ കേൾക്കുന്നവർ പറയും സാറേ കുറച്ച് കാശ് തന്നെ, എൻ്റെ 25 ലക്ഷം കടമാണ്. എൻ്റെ ഇല്ല, ഞാൻ തരൂല കേട്ടോ, കൈസ ഞാൻ തരൂല. അങ്ങനെ തന്നെ പറയേണ്ടി വരും. കടബാധ്യതയിൽ നിന്ന് പരിഗണിക്കാൻ മാനസികമായ മാറ്റമാണ് ഉണ്ടാവേണ്ടത്. അത് അവിടെ മൈൻഡ് സെറ്റ് നിങ്ങൾ പ്രോഗ്രാം ചെയ്തിരിക്കും. ഇനിയോ പല മേഖലകളിലും നമുക്ക് ഉദ്ദിഷ്ട കാര്യങ്ങൾ നേടാൻ സാധിക്കുന്നില്ല എങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ നേടാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് എന്തുകൊണ്ട്, അതിന് എങ്ങനെ ചെയ്യണമെന്ന് വ്യക്തമായി പഠിപ്പിച്ചു തരും. ഇതാർക്കാണെന്നറിയോ ആവശ്യം? പല ആഗ്രഹങ്ങളുമുണ്ട്, പക്ഷെ എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. എങ്ങനെ ഈ ആഗ്രഹം എൻ്റെ എത്തുന്നതല്ല. ഇന്നിപ്പോ നേരത്തെ പറഞ്ഞ ഒരാൾ പറഞ്ഞ് വളരെ എനിക്ക് ഞാൻ കുറച്ച് നേരം സന്തോഷത്തോടെ ചിരിച്ചു പോയി. നേരത്തെ പറഞ്ഞാണ് 3 ദിവസത്തെ മെഡിറ്റേഷൻ കൊണ്ടിട്ട് കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞാൽ വീട് വെക്കാൻ വേണ്ടി എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അത് അത്രയും ചെലവുള്ള പരിപാടിയാണ്, അതുകൊണ്ട് ഇപ്പോൾ വേണ്ട, സ്ഥലമൊക്കെ എടുക്കാൻ നല്ലതാണ് എന്നൊക്കെ കരുതി. പക്ഷെ മാനിഫെസ്റ്റേഷൻ വീട് വെച്ച് അവിടെ താമസിക്കുന്നത് കണ്ടിരുന്നു. ഇന്ന് അവർക്ക് 1 സെന്റ് പോലും സ്ഥലം മേടിക്കാതെ സ്വന്തം ഉപ്പ തന്നെ വീടുണ്ടാക്കിക്കോ എന്ന് പറഞ്ഞ് സ്ഥലം കൊടുത്തിരിക്കുന്നു. ഇതുവരെ ഇല്ലാത്തൊരു സംഭവം, അതും ഹാർട്ട് ഓഫ് ദ സിറ്റി. അവിടെ നീ വേണ്ടത് ഉണ്ടാക്കിക്കോ, നിനക്ക് ഞാൻ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ഇതിൽ കൂടുതൽ എന്താ മാനിഫെസ്റ്റേഷൻ വേണ്ടത്? ലളിതമായ ഗ്രൂപ്പിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഞാൻ അത്രയും ഇങ്ങനെയാണ് ഈ സംഭവം വർക്ക് ചെയ്യുക. മിറാക്കിളുകൾ സംഭവിക്കുക ഇങ്ങനെയാണ് മിറാക്കിൾ സംഭവം. അപ്പോൾ മാനിഫെസ്റ്റേഷൻ, അതായത് ആഗ്രഹമുണ്ട്, പക്ഷെ ഇത് എങ്ങനെ നടക്കാൻ പറ്റും, എങ്ങനെ ലഭിക്കുമെന്നറിയാത്തവർക്ക് അത് കൃത്യമായി പറഞ്ഞു തരാം. എങ്ങനെയാണ് ഒരു സ്റ്റെപ്പ്. ഇതെല്ലാം ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ഉണ്ട്. ഈ പ്രോസസ്സ് മനസ്സിലാക്കിയാൽ മതി, എല്ലാം സാധ്യമാണ്. നമ്മൾക്കൊരു ഭാഷ പഠിക്കണമെങ്കിൽ പറഞ്ഞു പഠിക്കണം എന്ന് പറയുന്ന പോലെ തന്നെ ഇതിനൊരു പ്രോസസ് ഉണ്ട്. അത് ചെയ്യാൻ മനസ്സിലാക്കിയാൽ മതി. ചെയ്യാൻ മടിയുള്ളവർക്കോ ഇങ്ങോട്ട് കയറി വരണ്ട കേട്ടോ. ഒരു കാര്യം ചെയ്യുന്നവർക്ക് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. രണ്ടാമത്, നിങ്ങൾക്ക് ഉയർന്ന നേട്ടം ജോലിയിലോ മറ്റ് കാര്യങ്ങളിലോ, അതായത് നമ്മുടെ ബിസിനസ്സിലോ ജോലിയിലോ ഉയർന്ന നേട്ടം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നേടാൻ ഈ മാനിഫെസ്റ്റേഷൻ ക്ലാസ്സിൽ തൂണ് സാധ്യമാകും. ഏതാണ്? നമ്മുടെ വിജ്ഞാന മേഖലയിലായിക്കോട്ടെ, സ്പിരിച്വൽ ആയിക്കോട്ടെ, മണി ആയിക്കോട്ടെ, വെൽത്ത് ആയിക്കോട്ടെ, ഹെൽത്ത് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബന്ധങ്ങളാവട്ടെ. നമ്മളെ 5 കാര്യങ്ങൾ നമ്മൾ പറയണ്ട അല്ലെ. വെൽത്ത് ആവാം, ഹെൽത്ത് ആവാം, ബന്ധങ്ങളാവാം, പിന്നെ വിജ്ഞാനമാകാം, സ്പിരിച്വാലിറ്റി ആവാം. ഇതിൽ അടുത്ത തലത്തിലേക്ക് പോകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഇവിടെ അത് പ്രാക്ടീസ് ചെയ്തൊരു ഇന്നെന്ന മെത്തേഡ്സുകളാണ് ചെയ്യേണ്ടത്, ഇന്നെന്ന കാര്യങ്ങളാണ് നിങ്ങൾക്കുള്ളത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കും. ഇനിയോ ജോലി നോക്കുന്ന, പഠിച്ചു കഴിഞ്ഞവർക്ക് ജോലി ലക്ഷ്യം ബോധത്തോടു കൂടി ഒരു ജോലി നേക്കാനുള്ള കൃത്യമായ പ്രോഗ്രാം എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാക്കണം. കുട്ടികൾക്ക്, സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എപ്പോൾ പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം, എങ്ങനെ പഠിച്ചാൽ പാസ്സായാൻ പറ്റും, അല്ലെങ്കിൽ ജോലി സംബന്ധമായി ചെയ്യാൻ പറ്റുമെന്ന് കൃത്യമായി മികച്ച തൊഴിൽ
അവസരങ്ങൾ നേടാനും അവനവൻ്റെ പാഷൻ കണ്ടെത്താനും അതിൽ സന്തോഷിക്കാനും കഴിയുന്ന രീതിയിലേക്ക് അവന് ഉയർത്താനുള്ള ടിപ്പുകൾ നമ്മൾ പറയും. ഈ ഈ അവിടെ ഒരു പുനർവിചിന്തനം നടത്താണ്. ഇതാണോ എനിക്കിഷ്ടം? ഓട്ടോമൊബൈൽ IT കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്, പക്ഷെ ആഗ്രഹമൊക്കെ എന്താണെന്നറിയോ? എനിക്ക് സിനിമ മേഖലയിൽ വർക്ക് ചെയ്യണം. അപ്പൊ എന്തിനാ ഓട്ടോമൊബൈൽ പോയി പഠിച്ചത്? അല്ല, അന്ന് എല്ലാവരും വീട്ടുകാർ പറഞ്ഞു ഓട്ടോമൊബൈലിൽ പോയി പഠിക്കാൻ പറഞ്ഞു, ഞാൻ ഓട്ടോമൊബൈൽ പഠിച്ചു. എന്നപ്പോൾ സിനിമ മേഖലയിൽ പഠിക്കണം, എന്താണ്? ആർട്ട് ഡയറക്ടറായി പഠിക്കണം. അപ്പോൾ ആർട്ട് ഡയറക്ടർ ആവണമെങ്കിൽ പഠിക്കണ്ടേ, കാര്യം അറിയണ്ടേ? അല്ല, അതിന് സമയമില്ല, എനിക്ക് എങ്ങനെയെങ്കിലും മാനിഫെസ്റ്റ് ചെയ്തിട്ട് ആർട്ട് ഡയറക്ടർ ആയാൽ മതി. അങ്ങനെയല്ല, മാനിഫെസ്റ്റേഷൻ അങ്ങനെ ഒരു പ്രോസസ്സേ അല്ല കേട്ടോ. അവന്റെ പാഷൻ എന്താണെന്ന് കണ്ടെത്താനുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയും വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ വിഷയങ്ങൾ അനുഭവിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ 2 പ്രോഗ്രാമിലും മണിയാണ്. മണി എന്ന് വെച്ചാൽ വെൽത്താണ്. എന്തുകൊണ്ട് വെൽത്തിനെ ഫോക്കസ് ചെയ്യുന്നു വെച്ചാൽ, വെൽത്ത് ബാലൻസ് ആവണമെങ്കിൽ, വെൽത്ത് കൃത്യമായി നിറഞ്ഞിരിക്കണമെങ്കിൽ, അബൻഡൻസ് നമ്മളിൽ ഉണ്ടാവണമെങ്കിൽ മറ്റ് 4 ഘടകങ്ങളും നമ്മൾക്ക് അറിയാൻ പറ്റണം, ഉൾക്കൊള്ളാൻ പറ്റണം. എന്താണ്? ബന്ധങ്ങൾ നന്നായിരിക്കണം, ആരോഗ്യം നല്ലതായിരിക്കണം. എന്താണ് ആരോഗ്യം? ശാരീരിക ആരോഗ്യം മാത്രമല്ല, മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും സാമൂഹികാരോഗ്യവും എല്ലാം നല്ലതായവൻ മാത്രമേ വെൽത്ത് ഉണ്ടാവുകയുള്ളൂ. കാരണം സിമ്പിളായിട്ട് പറഞ്ഞാൽ, എവിടെയാണോ എനർജി ഹൈ ആയിരിക്കുന്നത് അവിടെ മാത്രമേ മണി എന്ന് പറയുന്ന ഹൈ എനർജി വരികയുള്ളൂ എന്നുള്ളത്. മണി എന്ന് പറയുന്നത് നിങ്ങൾ ആരും കരുതുന്ന പോലെയല്ല. അതൊരു നമ്മളിലുള്ള എനർജിക്കനുസരിച്ച് മാത്രമേ മണി വരുള്ളൂ. നമ്മൾ എനർജി കുറഞ്ഞാൽ മണിയും പോകും. അതിന്റെ കോൺസെപ്റ്റ് അങ്ങനെ തന്നെ. ഹൈ എനർജി ഉള്ള ആൾക്ക് മാത്രമേ ഹൈ മണി ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ അയാളെ കാണുമ്പോൾ നിങ്ങൾക്ക് മെലിഞ്ഞ ഒരാളൊക്കെ കണ്ടെന്ന് വരും, പക്ഷെ അകത്ത് നല്ല എനർജി ആയിരിക്കും. അവർക്ക് മാത്രമേ ഉള്ളൂ. ഈ എനർജി കൂട്ടാത്തിടത്തോളം കാലം ഒരിക്കലും സാധ്യമല്ല. ഇത് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. അയ്യോ എനിക്കിത് പറ്റില്ലേ എന്ന് പറഞ്ഞാൽ, എനിക്കിത് ചെയ്യാൻ പറ്റില്ലേ എന്ന് പറഞ്ഞാൽ കിട്ടില്ല. അത് സാധ്യമേ അല്ല. അങ്ങനെ ഒരു കോൺസെപ്റ്റേ ലോകത്തില്ല. അപ്പൊ വെല്ലുവിളികളെ അനുഭവിക്കുന്നവർക്ക്, വെല്ലുവിളികളെ എന്താണ് അത് ഓക്കെ, എനിക്കിത് വേണം. ഞാൻ നേരത്തെ എപ്പോഴും ക്ലാസ്സിൽ പറയണം, ആവശ്യമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്, ആഗ്രഹങ്ങളല്ല. ആഗ്രഹങ്ങളെ ആവശ്യമായി മാറ്റുമ്പോൾ മാറുന്ന ആ മാറ്റത്തിനെ നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുമ്പോൾ മാത്രമാണ് മാനിഫെസ്റ്റേഷൻ തുടങ്ങുക. അപ്പോൾ വ്യക്തിത്വ വികാസവും ആത്മസംതൃപ്തിയും സംജാതമാകും. എങ്ങനെ? നമ്മൾക്ക് ഇന്നുള്ളതിൻ്റെ ആവശ്യം, നിങ്ങളുള്ള ആഗ്രഹം എനിക്കൊരു വീടാണ് എന്നുള്ള ആഗ്രഹത്തെ മാറ്റിയിട്ട് അത് നമ്മുടെ ആവശ്യമായി മാറുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ എനർജി മാറും. കാരണം 1 കോടി രൂപയുടെ വീട്ടിൻ്റെ പ്ലാൻ തയ്യാറാക്കി വരുമ്പോൾ അത് അകത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ശരീരം മുഴുവൻ മാറും, എനർജി മാറും. അപ്പോൾ എന്ത് സംഭവിക്കും? ആ സമയത്ത് വല്ലാത്ത വെല്ലുവിളിയായിരിക്കും, ഇതെങ്ങനെ എനിക്ക് പറ്റുമോ എന്നുള്ളത്. പക്ഷെ അതിനെ കവർ ചെയ്ത് വരുന്നവനെ അത് അനുഭവമായി മാറും. ഇറ്റ്സ് ഓക്കെ ഫോർ മീ, ഐ ക്യാൻ ടേക്ക് ഇറ്റ് എന്ന അവസ്ഥയിലേക്ക് അവൻ ഓട്ടോമാറ്റിക് ഉയർന്നു വരും. ഇതിനാണ് എനർജി ഹൈ എന്ന് പറയുന്നത്. ഈ ഉയർന്നു വരുമ്പോൾ പിന്നെന്താണ്? പിന്നെ അവന്റെ വ്യക്തിത്വം മാറി, അവന്റെ വികസനം മാറി, അവന്റെ ആത്മസംതൃപ്തി മാറി. പിന്നെ അവന് 1 രൂപ കിട്ടുമ്പോഴും പറയും, ആഹാ ഇതെനിക്ക് കിട്ടിയല്ലോ, സന്തോഷം എന്ന അനുഭവം. ഇപ്പൊ നമ്മൾ 111 എവിടെ പോയാലും ഏഞ്ചൽ നമ്പറുകൾ കാണാൻ തുടങ്ങി. എന്നിട്ടും ചോദിക്കുന്നത് 800888 എങ്ങനെ ഇപ്പൊ ഇതുവരെ ഉണ്ടായില്ലേ ഈ സംഭവം ലോകത്ത്? ഇതിവിടെ ഉള്ളത് തന്നെയല്ലേ. നിങ്ങൾ ഒരു സ്റ്റെപ്പ് ഉയർന്നപ്പോൾ നിങ്ങൾ ഇത് കാണാൻ തുടങ്ങിയെങ്കിൽ ഇനി നിങ്ങൾ അടുത്ത പോകുന്ന എവിടേക്കെന്നറിയോ? 7 days മെഡിറ്റേഷൻ ഞാൻ വളരെ അതിനനുസരിച്ചാണ് തന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് വന്നവർക്ക് നോക്കിക്കോളൂ, നിങ്ങളുടെ എനർജി ലെവൽ ഓട്ടോമാറ്റിക് മാറും. നിങ്ങൾ കണ്ട ആൾക്കാരായിരിക്കില്ല. കാരണം നിങ്ങളുടെ ചക്രാസ് എല്ലാം വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഇവനോ എന്ന് പറയുന്നതിന് പകരം അയ്യോ ഇവനോ എന്നാവും. ഒറ്റ വാക്കൊന്നേ ഉള്ളൂ. വാക്ക് നേരത്തെ പറഞ്ഞ പോലെ കോട്ടയക്കാർ പറഞ്ഞു എന്തൂട്ടാടി എന്ന് പറയുമ്പോൾ, അല്ല തൃശ്ശൂർക്കാർ പറഞ്ഞു സംഭവം തന്നെ, പക്ഷെ ഫീലിങ്സ് മാറും. ഇതാണ് ഹാർട്ട് ചക്രയിൽ വരുന്നത്. എന്തുവാടേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ദേഷ്യത്തോടെ എന്തുവാടേ എന്ന് പറയുന്നത് മാറ്റിയിട്ട് എന്തുവാടേ എന്ന് ഇത്രയും മാറ്റമുള്ളൂ. ഈ പ്രത്യക്ഷത്തിൽ ഇത്രയും മാറ്റം വരുന്നു. പക്ഷെ അത് അപ്പുറത്തവന് കേൾവിക്കാരനുണ്ടാകുന്ന മാറ്റം ചെറുതല്ല. വാക്കുകൾ സെയിമാണ്. ഇതാണ് വൈബ്രേഷൻ എന്ന് പറയുന്ന സാധനം. ഈ സിമ്പിളായിട്ട് ഈ സാധനം മാറ്റിയാൽ മതി. വാക്കുകളൊന്നും മാറ്റണ്ട, വാക്കിന്റെ വൈബ്രേഷൻ മാറ്റിയാൽ മതി.
സ്നേഹത്തോടെ ഭാര്യ എടീ ഇവിടെ വാടി എന്ന് പറയുന്നത് ആ മുമ്പേ വിളിച്ചിട്ടുണ്ടാവും. ഹേയ് എന്ന് പറഞ്ഞ ഒച്ച, എനിക്ക് വിളിക്കാൻ അറിയില്ല, അതുകൊണ്ട് വിളിച്ചാൽ ചിലപ്പോൾ ശരിയാവില്ല. ഇവിടെ വിളിക്കുന്നത് കുറച്ച് ഡീ ഇവിടെ വാടി എന്ന് പറഞ്ഞ് ചേട്ടോ എന്തോ എന്നും പറഞ്ഞ് ഇങ്ങോട്ട് ഓടിപ്പിടിച്ച് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വരുന്ന കാണാം. സെയിം വാക്കാണ്. പക്ഷെ ഇവിടെ ഒരു സാധനം മാറി. എവിടെ? നമ്മുടെ ഹാർട്ട് ചക്രയിൽ ഇങ്ങനെ പച്ച നിറത്തിലുള്ള വെളിച്ചം ഇങ്ങനെ വല്ലാണ്ട് തെളിച്ചു വന്നപ്പോൾ ഇത് മാറി. ഇതാണ് 7 days നമ്മുടെ ചക്ര മെഡിറ്റേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ എലിമെന്റ്സ് മെഡിറ്റേഷൻ മാറുമ്പോൾ മാറുന്നത്. ഇത് അടുത്ത തലത്തിലേക്കുള്ള പോക്കാണ്. ഇനി ഇവിടെ നിങ്ങൾ മണി മാനിഫെസ്റ്റേഷൻ ഇപ്പൊ ഈ പഠിച്ചു കഴിഞ്ഞാൽ ഇനി അടുത്ത നിങ്ങൾ പോകുന്ന പോക്ക് എവിടേക്കെന്നറിയോ? നിങ്ങൾക്ക് വരാനിരിക്കുന്ന എവിടെയൊക്കെയോ പൈസ ബ്ലോക്കായി കിടക്കുന്ന അതൊക്കെ വന്നുമ്പോൾ തോന്നും ആഹാ, എന്നാ പിന്നെ അടുത്ത ഇപ്പൊ നിങ്ങൾ 10,000 എടുക്കാനായിരിക്കും ബുദ്ധിമുട്ട്. പല സ്ഥലത്തു നിന്നായിട്ട് 10,000 വന്ന് ഗൂഗിൾ പേയിൽ അക്കൗണ്ടിൽ നിന്ന് അറിയുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് 1,00,000 പരിപാടി എന്താണ്, ഒരു മാസം 1,00,000 കിട്ടുന്ന പരിപാടി എന്താണ് ചിന്തിക്കാൻ തുടങ്ങും. പിന്നെ എൻ്റെ മാനിഫെസ്റ്റേഷൻ, ഈ മാനിഫെസ്റ്റേഷൻ ഞാൻ നിങ്ങളോട് 10,000 കണക്ക് പറഞ്ഞു. നിങ്ങൾ സാറേ അതൊക്കെ കഴിഞ്ഞു സാറേ, കോടികളെ കണക്ക് പറയാന്നുണ്ട്. നിങ്ങൾ അടുത്ത പരിപാടി ഞാൻ പ്ലാൻ ചെയ്യും കൊച്ചിയിലേക്ക്. അത് ക്രോർപതി, ഹൗ ടു ബിക്കം എ ക്രോർപതി എന്നുള്ള പ്രോഗ്രാമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വരേണ്ടി വരും. കാരണം നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ മണി മാനിഫെസ്റ്റേഷൻ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അപ്പൊ ഞാനും കോടിപതിയിലേക്ക് എത്തും അല്ലേ? ഞാൻ പറഞ്ഞത് കറക്റ്റാണ്. ഇതാണ് സംഭവിക്കാൻ പോകുന്നത് കേട്ടോ. ഈ പ്രോഗ്രാമിൽ നിങ്ങൾ പങ്കെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക് മാറിക്കഴിഞ്ഞു, തോട്ട്സ് പ്രോസസ്സ് മാറും. അനുഭവിക്കുന്നവരല്ലേ? ഇപ്പൊ കൊച്ചി പ്രോഗ്രാം എല്ലാവരും അനുഭവിച്ചില്ലേ? അടുത്ത സ്റ്റേജാണ്. 2 കഴിയുമ്പോൾ ഞാൻ അടുത്ത പരിപാടി ഇത് തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയും ലളിതമായ കാര്യമാണ്. പക്ഷെ എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത് എന്നുള്ളത് നമുക്കറിയണം അല്ലേ? എങ്ങനെയാണ് സാധ്യമാകുക? സിമ്പിളായിട്ടാണ്. നിങ്ങൾ നിന്ന് തന്നാൽ മാത്രം മതി. ഈ പറയുന്ന കാര്യങ്ങളൊന്നും കണ്ണടച്ചങ്ങ് ചെയ്താൽ മതി. ചോദ്യം ഒന്നുമില്ല. അത്രയും ലളിതമായ കാര്യങ്ങൾ പറയുന്നു അല്ലേ? ഞാൻ ഇത്രയും ദിവസം ക്ലാസ്സിൽ നിങ്ങൾക്ക് എടുക്കാൻ പൊന്താത്ത എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ? വളരെ ലളിതമായ കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ടേ പറയുന്നുള്ളൂ. ഒന്ന്, നിങ്ങൾ അവബോധ മനസ്സിനെ പുനഃക്രമീകരിക്കുക. യുവർ തിങ്കിങ് പാറ്റേൺ നീഡ് ടു ബി റീപ്ലേസ്. ഞാൻ ഒന്നും എടുത്തു കളയാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഒരു ഹാബിറ്റും എടുത്തു കളയാൻ പറഞ്ഞിട്ടില്ല. ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, എനിക്ക് ചായ കുടിക്കണം എന്നുള്ള നിർബന്ധമുള്ളവൻ ചായ നിർത്തിക്കളയുക. എളുപ്പമല്ലേ? ഇത്ര പേര് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ച് ഇപ്പൊ സ്കൂളായിട്ട് ചെയ്യുകയാണ്. ഒരു വിഷയം ലളിതമായി ചെയ്യുന്നുണ്ട്. ഇത്രയും അതാണ് നമ്മുടെ തോട്ട്സിനെ റീപ്ലേസ് ചെയ്യുക. ഈ സാധനത്തെ ചായ കുടിക്കുന്നതിന് പകരം അവിടെ കൊണ്ടുവന്നിട്ട് മറ്റൊരു സാധനം ചൂടുവെള്ളം കുടിക്കുന്ന അവസ്ഥയെപ്പോലെ അത്രയും ലളിതമായ കാര്യമാണ്. മാനിഫെസ്റ്റേഷനാണ്. മനസ്സിന്റെ 95% പ്രവർത്തനങ്ങളും നമ്മുടെ അവബോധ മനസ്സിന്റെ അല്ലെങ്കിൽ ഉപബോധ മനസ്സിന്റെ പ്രക്രിയയാണെങ്കിൽ അതിനെ അങ്ങ് കുറച്ചൊന്ന് അലൈൻമെന്റ് ചെയ്താൽ മതി. വേണം വേണം, വേണ്ട വേണ്ട, ഇല്ല അല്ല എന്നെല്ലാം ഉള്ളതിനെ അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് ഉണ്ട്, കിട്ടി, നൽകി എന്നുള്ള പോയിന്റുകൾ മാത്രം ചേർത്താൽ മതി. സംഭവം എളുപ്പമാണ്. ഇത് കൃത്യമായി നമുക്ക് പ്രാക്ടീസ് ചെയ്തെടുക്കാൻ മതി. ഞാനിത് നിങ്ങളോട് പറയുന്നതല്ല കേട്ടോ. ഇത് ഇനിയിപ്പോ നമ്മുടെ പുറത്ത് യൂട്യൂബ് കേൾക്കുന്നവരോട് പറയാം. നിങ്ങളിതൊക്കെ ഓൾറെഡി ശീലിച്ച് കഴിഞ്ഞിരിക്കുന്നു. എന്നാലും ഇടയ്ക്കൊന്ന് കയറി വരുന്നുണ്ടെങ്കിലും നമുക്ക് വന്നല്ലോ ഇവൻ എന്ന് മനസ്സിലാക്കുന്ന മനസ്സിലെ മാലിന്യങ്ങൾ ഇടക്കൊന്ന് തേട്ടി വരും. അതിനൊന്ന് ശരിയാക്കിയെടുക്കുക നിത്യമായ പ്രാർത്ഥനയിലൂടെ, നിത്യമായ ചിന്ത. അപ്പോൾ ചിന്തകൾ മാറ്റുന്ന പ്രക്രിയയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ചിന്തകൾ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ മാറ്റാൻ പറ്റും. പക്ഷേ യഥാർത്ഥത്തിൽ ചിന്തകൾ മാറ്റണമെങ്കിൽ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ? എന്തായിരിക്കും അത്? ചിന്തകൾ മാറ്റണമെങ്കിൽ ഏതാണ് നല്ല ചിന്ത എന്നും ഏതാണ് മോശം ചിന്ത എന്നും തിരിച്ചറിയാനുള്ള കഴിവ് നമുക്കുണ്ടാവണം. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ട പ്രക്രിയ. ഈ പോയിന്റാണ് നമ്മൾ ജേർണി ടു ഹാപ്പിനെസ് വെച്ച് പറഞ്ഞു തരുന്നത്. നമ്മുടെ കംപ്ലീറ്റ് പ്രോഗ്രസ്, എല്ലാ ക്ലാസ്സിന്റെയും അടിസ്ഥാന തത്വം ഇതാണ്. നമ്മൾക്ക് അണ്ടർസ്റ്റാൻഡ് ആവുക, ഞാനിത് ആവശ്യമാണോ ഇല്ലയോ. എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എന്നെ കൊണ്ട് മാറ്റാൻ പറ്റും, സ്വാഭാവികമാണ്. അതിനുള്ള ചെറിയ ചെറിയ വിദ്യകൾ നമ്മളിവിടെ കാണിച്ചെന്ന് പതുക്കെ 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 മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷെ ഇതെല്ലാം ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ഞാൻ മാറുമെന്നുള്ള പ്രതിജ്ഞയാണ്. എനിക്ക് മാറണമെന്നുള്ള ദൃഢപ്രതിജ്ഞയാണ്. ഇതുള്ളവർ വരിക. എനിക്ക് മാറിയേ പറ്റൂ എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതവിടെ സ്പേസ് ഉണ്ട്. അല്ലാത്തവർ സമയം കളയണ്ട. ഇത് വ്യക്തമായി തന്നെ പറയാം. കാരണം എനിക്ക് വന്നിട്ട് നിങ്ങളുടെ തല പിടിച്ച് കുലുക്കിയിട്ട് ഇതിനകത്ത് മുഴുവൻ ഈ സാധനമാണ്, ഇത് എടുത്ത് കളഞ്ഞു, ഇത് ഞാൻ വലിച്ചെടുക്കുകയാണെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ
ഞാൻ കാണിച്ചു തരാം, പറഞ്ഞു തരാം, പ്രോഗ്രാം ചെയ്തു തരാം. നിങ്ങളെ തൊട്ട് പറയാം, സുഹൃത്തേ, അല്ലേ സിബി സാറ്, ഇതാണ് നിങ്ങളുടെ വിഷയം. ഈ സാറ് സിബി സാർ നേരിട്ട് പറയും, ഇതാണ് സാറേ നിങ്ങളുടെ വിഷയം, ഇവിടെ പിടിച്ചോളൂ, മാറിക്കോളും. കൃത്യമായി പറഞ്ഞു തരാം. അത് കുറച്ച് ഇരുന്നുമ്പോൾ നിങ്ങളെ കൂടെ ഇരിക്കും പറയാൻ പറ്റും, അല്ലേ? ഇത്രയും മാത്രമേ സിമ്പിളായിട്ട്. എങ്ങനെ എനിക്ക് പറ്റുമെന്ന് വെച്ചാൽ ഇതൊക്കെ അനുഭവിച്ചു വന്നതുകൊണ്ട് മാത്രമാണ്, വേറെ ഒന്നും അല്ല കേട്ടോ. ഇതൊക്കെ അനുഭവിച്ചത് കൊണ്ട് മാത്രമാണ് ഇതാണ് സംഭവം എന്ന് മനസ്സിലാകുന്നത്. ഇന്ന് ചിരിക്കാൻ പറ്റുന്നത് മുമ്പേ ഇങ്ങനെ പിടിച്ചു നിന്ന് സ്വഭാവം ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ അത്രയും സുഖമായിട്ട് ചിരിക്കാൻ പറ്റുന്നത്. കാരണം മറ്റൊരാൾ കാണുമ്പോഴേ എനിക്കറിയാം, ഇത് ഞാൻ പണ്ട് കണ്ടാണല്ലോ, കുഴപ്പമില്ല, അറിയാണല്ലോ എന്നത്. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് അത്ര സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സ് അല്ല. നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ്. നമ്മളുടെ ജീവിതത്തിൽ പണ്ട് സംഭവിച്ചതല്ല അതെ നമ്മൾ പണ്ട് എപ്പോഴും, ഞാൻ പല ഉദാഹരണം പറയാനുണ്ടാവും, എനിക്കത് എങ്ങനെ പറയാ എന്നറിയില്ല, ഓരോ സന്ദർഭവശാൽ പറയണം. ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഞാൻ എപ്പോഴോ മനസ്സിൽ കണ്ട കാര്യങ്ങൾ. ഞാൻ ഒരുപാട് കഥകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞ സമയം കളയില്ല. ഒരുപാട് കഥ, ഈവൻ ഞാനൊരു എന്താ പറയാ, ഒരു കാറ് മേടിച്ചത്, അല്ലെങ്കിൽ ഇപ്പോൾ എളുപ്പം ചെയ്യുന്ന ബിസിനസ് അടക്കം എല്ലാം അത് എങ്ങനെയൊക്കെയോ കണക്ട് ചെയ്ത് വന്നതാണ്. എങ്ങനെയൊന്നും എനിക്കറിയില്ല, എങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിച്ചത് അടക്കം എൻ്റെ വലിയ മാനിഫെസ്റ്റേഷൻ ആണ്. എങ്ങനെ സംഭവിക്കുന്ന ഒന്നുമല്ല. ഇനി ഇതിന്റെ വലിയ മാനിഫെസ്റ്റേഷൻ ഒക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക്, പക്ഷെ ഇതിനകത്ത് പ്രധാനമായ കാര്യം, 2-3 കാര്യങ്ങൾ നമുക്കുണ്ടാവണം. ഒന്ന്, നമുക്ക് എന്താണ് വേണ്ടതെന്ന ബോധം നമുക്കുണ്ടാവും. ഏറ്റവും കൂടുതൽ വീണ്ടും വീണ്ടും സ്ട്രെസ് ചെയ്ത് പറയുന്നു, ആ സാധനത്തെ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ അതിനുണ്ടാക്കിയെടുക്കാനുള്ള പ്രക്രിയ മുതലാണ് നമ്മൾ തുടങ്ങുന്നത്. നമ്മുടെ ആദ്യത്തെ കാര്യം ഹൗ ടു എൻ്റെ ലക്ഷ്യത്തെ എങ്ങനെ നിർവചിക്കും എന്നുള്ളതാണ്. അതാണ് നമ്മുടെ 2020 മെഡിറ്റേഷന്റെ ഏറ്റവും പ്രധാനമായ കാര്യം. ഈ സംഭവത്തെ എനിക്കില്ല സാറേ, എനിക്ക് ലക്ഷ്യബോധമില്ല. ഇപ്പൊ എന്നോട് 1 to 1 വരുന്നവരെല്ലാവരും പറഞ്ഞു, സാറേ കുറെ ആഗ്രഹമുണ്ട്, പക്ഷെ ഇത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. നമുക്ക് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി ഇന്ന ട്രാക്കിൽ. ഇന്നിപ്പോ ജർമ്മനിയിൽ നിന്ന് ഒരാൾ വന്നിരുന്നു, ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല സാറേ, മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ആകെ ഞാൻ ഡിസ്റ്റർബ് ആയി പോകുന്നു, അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ചലഞ്ച് ചെയ്ത് വിട്ടു. ഇന്ന് 13 ദിവസത്തെ ചലഞ്ച് ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ എഗ്രിമെന്റ് ചെയ്തു. സാറിന്റെ അടുത്ത് ഇനി ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല, 13 ദിവസത്തെ ചലഞ്ച്. 13ാമത്തെ ദിവസം ഞങ്ങൾ കാണും. അതിനു മുമ്പ് ആ ആള് മാറിയിരിക്കുമെന്ന് 100%, ഞാൻ നിങ്ങളെ മുമ്പിൽ എല്ലാവരും മുമ്പിലും എഴുതി തരുന്ന 100% അവർ മാറിയിരിക്കും. ആരാന്നൊക്കെ ചിലപ്പോൾ നാളെ വീഡിയോ കാണുമ്പോൾ അറിയാലോ, മാറിയിരിക്കും. അത്ര സിമ്പിൾ 3 സ്റ്റെപ്പേ പറഞ്ഞു. ഈ 3 സ്റ്റെപ്പ് 13 ദിവസം ചെയ്തോളൂ. നിങ്ങൾ മാറിയില്ലെങ്കിൽ ഇതൊന്നും പറയാനില്ല, മാറിയിരിക്കും. ഇല്ലെങ്കിൽ മാറ്റും. അതിന് അത്രയും ശക്തമായ പരിപാടികളുണ്ട്. നമ്മൾ വിചാരിക്കുന്ന എല്ലാം ഊർജ്ജത്തിലാണ് കണക്ട് ചെയ്തൊക്കെ. ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾ എന്നോട് കണക്ട് ചെയ്യാൻ നിങ്ങൾ അവിടെ ഇരുന്നിട്ട് സാറേ ഹലോ എന്ന് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ അവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി. നിങ്ങളായിട്ട് ഞാനുമായിട്ട് കണക്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ മതി, നമുക്കറിയാം, മനസ്സിലാക്കാൻ പറ്റും ഏത് എനർജിയിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. മാനിഫെസ്റ്റേഷന്റെ കഥകളൊക്കെ പറയുന്നതെന്നാലും ഒരുപാട് കഥ. ഞാൻ ഒരൊറ്റ ഇപ്പൊ പറഞ്ഞു പോകുമ്പോൾ ഒരു ഉദാഹരണം പറയും, പെട്ടെന്ന് ഇവിടെ കണ്ടതാണ് മാജിക് ചെക്കിന്റെ കാര്യം. ഞാൻ പണ്ട് ഈ മാനിഫെസ്റ്റേഷൻ തുടങ്ങുന്ന സമയത്ത് ഒരു കാര്യമാണ്, മാജിക് ചെക്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഞാനിത് ഒരു ദിവസം ഇന്റർനെറ്റിൽ കണ്ടിട്ട്, ഞാൻ 2014 ഒരു മാജിക് ചെക്ക് വെറുതെ എഴുതി വെച്ചു. 15 ഡിസംബർ 26 ഡേറ്റ്, ഡിസംബർ 26, 2015, 40 ലക്ഷം രൂപ, 40 lakhs rupees എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഫിഗറൊക്കെ എഴുതിയിട്ട് യൂണിവേഴ്സൽ ചെക്കും വെച്ച്. അന്ന് എൻ്റെ ബാങ്കിൽ അക്കൗണ്ടിൽ ഉണ്ടായ പൈസ, ആ എഴുതുന്ന സമയത്ത് എൻ്റെ നാട്ടിലെ അക്കൗണ്ടിൽ ഉണ്ടായ പൈസയായിരുന്നു 76,800 രൂപ. കൃത്യമായിട്ട് 76,800 രൂപയാണ് എൻ്റെ ബാങ്കിൽ അക്കൗണ്ടിൽ. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട് ഇപ്പോഴും. ഞാൻ ആ ചെക്ക് എഴുതി എടുത്തിട്ട് വെച്ചിട്ട് എൻ്റെ ടേബിളിൻ്റെ അടിയിലൊക്കെ ഒട്ടിച്ച് വെച്ചു. വീട്ടിലൊക്കെ കൊണ്ടുവന്നിട്ട് ഒരെണ്ണം വെച്ചിട്ട് വെച്ചു. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല, ഒരിക്കലും ഡിസംബർ, ഇപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബാങ്ക് അക്കൗണ്ട് വെറുതെ ഒന്ന് സ്റ്റേറ്റ്മെന്റ് എടുത്തു നോക്കിയപ്പോൾ കൃത്യമായി ഡിസംബർ 16 എൻ്റെ അക്കൗണ്ടിൽ 42,20,000 രൂപയാണ്. 42,18,600 രൂപ. അതിനുശേഷമാണ് ഞാൻ സ്ഥലം വാങ്ങിച്ചതും വീട് വെച്ചതൊക്കെ അതിനുശേഷമാണ്. അത്രയും മാനിഫെസ്റ്റേഷൻ ഇത് നിങ്ങൾ ഞാൻ അതിനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ.
ഞാനത് സെറ്റ് ചെയ്ത് വെച്ചതേ ഉള്ളൂ. എനിക്ക് പിന്നെ ഓർമ്മ പോലും ഇല്ല. ഇതെപ്പോഴും കാണുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. എല്ലാ ദിവസവും ഓഫീസിലെ ഡ്രോവർ തുറന്നാൽ ആദ്യം കാണും, വീട്ടിലും കാണും. യെസ്, ചെക്ക് എഴുതി വെച്ച ആൾക്കാരൊക്കെ ഉണ്ട്. യെസ്, മാജിക് ചെക്ക്. യെസ്, ഇതൊക്കെ വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. പക്ഷെ അതിനൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന് നമ്മുടെ ബിലീഫ്സ്, രണ്ടാമത് നമ്മളുടെ വിട്ടുകൊടുക്കാനുള്ള ഓരോ ദിവസവും വന്നില്ലല്ലോ വന്നില്ലല്ലോ എന്നല്ല, അതിൻ്റെ സമയത്ത് അത് വന്നിരിക്കും. അതിനുള്ള സമയം കൊടുക്കുന്നു. ഇതൊക്കെ കൃത്യമായി പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടവർ ഇങ്ങോട്ട്, ഇനിയിപ്പോൾ ഞായറാഴ്ചത്തെ ദുബായ്ക്കാർക്ക് സമയമില്ല, 17-ാം തീയതിയാണ്. നാളെ ഒരു ദിവസമേ ഉള്ളൂ അവർക്ക് ബുക്ക് ചെയ്യാനായിട്ട്. മറ്റന്നാൾ ആരും ചാടി വെച്ച് ബുക്ക് ചെയ്യരുത്. ഇത് കേൾക്കുന്നത് നിങ്ങളുടെ ആൾക്കാരുണ്ടെങ്കിലൊക്കെ ദുബായിൽ വളരെ ചെറിയ പൈസക്കാണ് ഈ ആദ്യത്തെ കോഴ്സ് കൊടുക്കുന്നത്. അടുത്ത വർഷം ഈ കോഴ്സ് ദുബായിൽ ഇത്രയും വിലക്ക് ഞാൻ കൊടുക്കൂല, ഒറ്റ പ്രാവശ്യമാണ് എന്ന് പറയും. ഇനി ഒരു ചെറിയൊരു ഓഫറും കൂടി തന്നു പോകാം. കാലിക്കറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തവരോടുള്ള ഒരു എക്സ്ക്യൂസും പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ഒരുപാട് ആൾക്കാർ കാലിക്കറ്റ് പ്രോഗ്രാം ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. ഒരു കാര്യത്തിൽ അത് പറഞ്ഞു പോകാൻ പറ്റുള്ളൂ. കാരണം ഇന്നലെ ഇന്നുമായിട്ട് ഞാൻ നല്ല ഒരു എന്താ പറയുക, ഓഫീസിൽ ചില കാര്യങ്ങളിൽ നല്ല എൻഗേജ്ഡ് ആയിരുന്നു. പക്ഷെ അത് കുറച്ച് ദിവസം കൂടി എനിക്ക് ഓഫീസിൽ നീങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായതുകൊണ്ട് കാലിക്കറ്റ് പ്രോഗ്രാം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുള്ള റിക്വസ്റ്റ് എല്ലാവരും മുമ്പിൽ വെക്കുകയാണ്. പകരം ഞാനൊരു ഓഫർ നിങ്ങൾക്ക് തരാം എന്നുള്ളതാണ്. കാരണം വെച്ചാൽ എനിക്ക് 24-ാം തീയതി ഇവിടുന്ന് മൂവ് ചെയ്യാൻ ഒരു രക്ഷയില്ല. കാരണം എനിക്ക് 2 കോൺട്രാക്റ്റ് ഓഫീസായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. അത് ജനുവരി 1-ാം തീയതിക്ക് മുമ്പേ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ സമയത്ത് 2 ദിവസത്തേക്ക് ഇവിടുന്ന് മൂവ് ചെയ്താൽ അല്ലാതെ അത് എൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് ഡിസംബറിലേക്ക് മാറ്റുകയാണ്. ഒന്നത്. രണ്ടാമത്തെ ഘടകം അതേ ഈക്വലായിട്ട് 24-ാം തീയതി കാലിക്കറ്റിൽ ഇനി ഒരു ഹോട്ടലും അവൈലബിൾ അല്ല എന്നുള്ളതാണ്. നമ്മുടെ സുഹൃത്തുക്കൾ 2-3 പേര് കാലിക്കറ്റിൽ അരിച്ചു വരയ്ക്കാൻ നോക്കി, എന്തെങ്കിലും വഴിയുണ്ടോ. ഞാനന്ന്, അതായത് ഇപ്പം 24-ന് രാവിലെ അങ്ങ് എത്തിയിട്ട് തിരിച്ചു വരാമെന്ന് എഴുതിയിട്ട് അങ്ങനെയെങ്കിലും ആക്കാമെന്ന് എഴുതിയിട്ട്, പക്ഷെ ഒന്നും അവരെല്ലാം ഫുള്ളാണ്. അതുകൊണ്ട് കോഴിക്കോട് പ്രോഗ്രാം 1 ഡിസംബറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. പകരം ഒരു കാര്യം കൂടി, ഞാൻ പ്രോഗ്രാമിൽ ഇപ്പോൾ ബുക്ക് ചെയ്യുന്നവർക്കും ബുക്ക് ചെയ്തവർക്കും ഒരു ഗിഫ്റ്റ് ഞാൻ തരാൻ പോവാണ് അതിന് പകരം. കാരണം ഇത് എൻ്റെ ഭാഗത്ത് വന്നൊരു കാര്യമായതുകൊണ്ട്. കാരണം എനിക്കത് പോയില്ലെങ്കിൽ ആ ഗിഫ്റ്റ് തരുന്നതിനേക്കാളും വലിയ സംഭവം ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്കത് ഗിഫ്റ്റ് തന്നാലും ഒരു കുഴപ്പമില്ല. ഒരു ഗിഫ്റ്റ് തരാം. എന്ത് ഗിഫ്റ്റാണ് വേണ്ടത് നിങ്ങൾ പറഞ്ഞോളൂ, തരാം തയ്യാറാണ്. ആരും ഫ്രീ ആയിട്ട് കോഴ്സ് വേണമെന്നുള്ള ഗിഫ്റ്റ് ചോദിച്ചേക്കരുത്, തരൂല. അങ്ങനെ ആരും ചോദിച്ചേക്കരുത് സാറേ. ഹസ്ബൻഡിന്റെ ജോബിന് വേണ്ടി എല്ലാം പറഞ്ഞു കൊടുക്കാമോ? ഹസ്ബൻഡ് സൺഡേ പ്രോഗ്രാം വരുന്നുണ്ട്. ഓക്കെ, ഡെഫിനറ്റ്ലി. വന്നോട്ടെ. ലേഖ സന്തോഷം അല്ലേ? ക്ലിയർ ആയിട്ടും ദുബായ് പ്രോഗ്രാം വളരെ വ്യത്യസ്തമായിട്ട് തന്നെയാണ് നടക്കുന്നത്. അത് എങ്ങനെ, ഏതുകൊണ്ട്, എന്ത് ജോലി അവർക്ക് വേണ്ടെന്ന് കൃത്യമായിട്ട്, നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ ദുബായ് പ്രോഗ്രാം, വളരെ കുറച്ച് പേരേ ഉള്ളൂ. അതുകൊണ്ട് ഓരോ ആളും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ദുബായ് പ്രോഗ്രാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് വലിയ സ്പേസുള്ള ഹോളൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല സ്പേസസ് ആയ ഹോൾ എടുത്ത്. കാരണം വെച്ചാൽ ഓരോ ആളെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ ചെയ്യാൻ, കുറേ തിയറികൾ പഠിപ്പിക്കുന്ന രീതിയല്ല ദുബായ് പ്രോഗ്രാമിലുള്ളത്. ഇൻഡിവിജ്വൽ എടുത്ത് അറ്റൻഷൻ എടുത്ത് ഓരോ ആളുടെ വിഷയങ്ങളെ കൃത്യമായി അഡ്രസ്സ് ചെയ്ത് പോകുന്ന ഒരു രീതിയാണ് ദുബായ് പ്രോഗ്രാം. ഇതുവരെ കണ്ട രീതി ആയിരിക്കില്ല, വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് ദുബായ് പ്രോഗ്രാമിൽ വരുന്നവർക്ക് ആദ്യമേ പറയാം, ഇന്നും നാളെയും ദിവസം മാത്രമേ നിങ്ങൾക്കുള്ളൂ. ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്നവർ എത്ര പേരുണ്ടെങ്കിൽ അവർക്ക് ദുബായ് പ്രോഗ്രാം ബുക്ക് ചെയ്യാത്തവർക്കും ചെയ്തവർക്കും ഇന്നും നാളെ, അത് വെള്ളിയാഴ്ച ദിവസവും, ശനിയാഴ്ച ഞാൻ തരില്ല, ഒരു ഓഫർ നിങ്ങൾക്ക് തരുന്നു. ദുബായ് പ്രോഗ്രാമിൻ്റെ കൂടാതെ കണ്ട് എൻ്റെ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നു. ദുബായ് പ്രോഗ്രാമിന് വരുന്നവർക്ക് വേണ്ടവർ എടുത്തോളുക. ആ പ്രോഗ്രാമിൻ്റെ പേരാണ് ലോ ഓഫ് അട്രാക്ഷൻ. 5000 രൂപയാണ് അതിനുള്ള വില. അത് ദുബായ് പ്രോഗ്രാമിന് വരുന്നവർക്ക് തികച്ചും ഫ്രീ ആണ് എന്നുള്ളത്. ഇപ്പോൾ എത്ര കാലം വേണമെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോളൂ, എത്ര കാലം വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്തോളൂ. അതുകൊണ്ട് എല്ലാ ക്ലാസ്സുകളിലും പങ്കെടുക്കാൻ ലോ ഓഫ് അട്രാക്ഷൻ. ഇത് നിങ്ങൾക്കുള്ള അത്രയും. എനിക്കിപ്പോൾ ദുബായ് പ്രകാരം വളരെ ചെറിയ കാശായതുകൊണ്ട് പിന്നെ കൂടുതൽ തന്നാൽ എനിക്ക് തന്നെ നഷ്ടം വരും എന്നുള്ളത് കൊണ്ട് അത്രയും മതിയല്ലോ. മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് പറഞ്ഞു, സാറേ എനിക്കതല്ല, എനിക്കിതാ വേണ്ട വെച്ചാൽ ഓക്കെ, ഞാൻ അത് അംഗീകരിച്ചു, നിങ്ങൾ വരിക. കാരണം ദുബായിൽ ഒരുപാട് ആൾക്കാർക്ക് ഈ കാര്യങ്ങൾ വളരെ, പ്രത്യേകിച്ചും ആണുങ്ങൾ കുറച്ച് ദൂരമാണ്. അവിടെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷേങ്കിൽ വരാൻ പറ്റുന്നില്ല. സൗകര്യം നാട്ടിലെ പോലെ അത്ര കണ്ട് ഒപ്പം ഇതല്ല.
സാർ ആദ്യം മുതൽ ഡേറ്റ് ഉറപ്പിച്ച് പറഞ്ഞില്ല. അത് യെസ്, സുധാകുമാരി പറഞ്ഞതിലൊരു കാര്യമുണ്ട് അല്ലേ. ആദ്യം മുതലേ കൊച്ചി കാലിക്കറ്റ് പ്രോഗ്രാം പറയുമ്പോൾ ഡേറ്റ് സ്കിപ്പായിക്കൊണ്ടേ ഇരിക്കുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മ വന്നു. ഞാൻ ഇന്നലെ കൺഫേം ചെയ്തു. ഇന്നലെ മുതൽ ഞാൻ നല്ല ഡിസ്റ്റർബ്ഡ് ആണ്. എന്താണെന്ന് എനിക്കറിയില്ല, നല്ല ഡിസ്റ്റർബ്ഡ് ആണ്. കാലിക്കറ്റ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഞാൻ ഡിസ്റ്റർബ്ഡ് ആണ്. എന്നിട്ടും ഞാൻ ആൾക്കാരെ വെച്ച് നോക്കി എന്തെങ്കിലും രീതിയിൽ നടത്തി കളയാം, പക്ഷെ നടന്നില്ല. ഇത് തന്നെയാണ് സുധാകുമാരി പറഞ്ഞത് തന്നെയാണ് ഇത് കറക്റ്റ്. എവിടെയോ ഡേറ്റ് സ്കിപ്പ് ചെയ്തത്. ഒറ്റ ഡേറ്റ് സെറ്റ് ഇതാണെന്ന് പറഞ്ഞില്ല, അത് തന്നെ സംഭവിച്ചു അല്ലേ. ഇത് എല്ലായിടത്തും അപ്ലിക്കബിൾ ആണല്ലോ അല്ലേ. എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഡേറ്റ് കൺഫേം ആക്കാൻ തന്നെ. ഇനിയിപ്പോൾ ഒരു ഡേറ്റ് മാറ്റണ്ടല്ലോ അല്ലേ. നിങ്ങൾ പറ, ഡിസംബറിൽ ഏത് ഡേറ്റ് വേണം നിങ്ങൾക്ക് വിട്ടുതന്ന ആ ഡേറ്റിലേക്ക് ഞാൻ കൺഫേം ചെയ്യാം. നമ്മൾ ഇപ്പൊ തന്നെ തീരുമാനിച്ചിട്ട് പോയി കളയാം. നിങ്ങൾ ടൈപ്പ് ചെയ്ത് ഏത് ഡേറ്റ് വേണം. ഞായറാഴ്ച പറയാവൂ, അതിൽ എല്ലാവർക്കും വരാൻ പറ്റുള്ളൂ. ആ ദുബായ് പ്രോഗ്രാമിന്റെ എമൗണ്ട് ശീലമാ, ഞാനിവിടെ എല്ലാവർക്കും ഒരു എമൗണ്ടേ ഉള്ളൂ. 500. യെസ്, 500 ദിറംസ് ആണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. പക്ഷെ എല്ലാവർക്കും അത് 350 ദിറംസ് ഹോട്ടലിൽ ചിലവ് മാത്രം മേടിച്ചിരിക്കുകയാണ്. ഹോട്ടലിന് വേണ്ടി മാത്രമാണ്. ഇല്ല, ഡിസംബറിൽ ഒരു കാര്യം പറയാം. ഡിസംബറിൽ നമുക്ക് ശബരിമല സീസണിലേക്ക് പോകാൻ പറ്റില്ല, അതിന് മുമ്പേ ചെയ്യണം. ഇപ്പൊ 14-ാം തീയതി 15-ന് മുമ്പേ. ഞാൻ ശബരിമല പോകുന്നില്ല ഇത്തവണ, പക്ഷെ എന്നാലും ഡേറ്റ് പറയൂ, പെട്ടെന്ന് പറയൂ. നമുക്ക് ദുബായ് പ്രോഗ്രാം എല്ലാം ഫിക്സ് ചെയ്തു, കാര്യങ്ങൾ പറഞ്ഞു. ഇനി രണ്ട് കാര്യങ്ങൾ കോഴിക്കോട് പ്രോഗ്രാം ഡേറ്റ് ഫിക്സ് ചെയ്യാം. നിങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ഫിക്സ് ചെയ്യാം. എന്നാൽ പിന്നെ മാറില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കല്ലോ. ഫിക്സ് ചെയ്യാം. രണ്ടാമത് കോഴിക്കോട് പ്രോഗ്രാം വരുന്ന അതായത് ഈ 15-ാം തീയതിക്കും 25-ാം തീയതിക്ക് ഇടയിൽ ബുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രം ഒരു ഗിഫ്റ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. 10 ദിവസത്തിനകത്ത് മാത്രം. അത് കിടിലൻ ഗിഫ്റ്റ് ആയിരിക്കും. എത്രാം തീയതി വരിക? നമുക്ക് ഡിസംബർ വരുന്ന ഡേറ്റ് ഞായറാഴ്ചകൾ ഏതൊക്കെയുണ്ട് നോക്കാം. ഞായറാഴ്ചകൾ വരുന്നത് 1-ാം തീയതി, 8-ാം തീയതി, 15-ാം തീയതി. 24-ന് പറ്റില്ല ഓല്ലേ, നമുക്ക് ചെറിയൊരു വിഷയമാണ്. ഡോൺ വറി, നമുക്കതിനൊക്കെ നമുക്ക് അടുത്ത ദിവസം ശരിയാക്കണം. അപ്പോൾ എത്രാം തീയതി വേണം? ആരെങ്കിലും ടൈപ്പ് ചെയ്ത് പറഞ്ഞു നോക്കിയാൽ. ഡിസംബർ 15-ാം തീയതി ആകുമ്പോൾ മണ്ഡലകാലം തുടങ്ങിക്കഴിയും. അല്ല സോറി, ശബരിമല സീസൺ തുടങ്ങുമല്ലേ അല്ലേ. 15-ാം തീയതി. സുധാകരൻ്റെ എന്തേ വരാത്തത്? സുധാകരൻ എന്തേ വരുന്നില്ല എന്ന് പറയുന്നത്? അത് പറ്റില്ല കേട്ടോ. സുധാകരൻ വന്നിരിക്കും, ഡിസംബറിൽ വന്നിരിക്കും. അൺമ്യൂട്ട് ചെയ്യല്ല, ഞാൻ മ്യൂട്ടാണ്. ഞാൻ ഇപ്പോൾ ജസ്റ്റ് പറഞ്ഞു. നമുക്ക് ഡിസംബർ 8-ാം തീയതി ഓക്കെ ആണോ എല്ലാവർക്കും? ഒന്ന് നോക്കിയേ, വരുന്നവർക്ക് എല്ലാവർക്കും വരാൻ പറ്റും. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഡിസംബർ 8-ാം തീയതി നമ്മൾ എല്ലാവരും കൂടുന്നു. നമ്മൾ ഇത്രയല്ല, ഇനി ഒരുപാട് ആൾക്കാർ വരാനുണ്ട് കേട്ടോ. ഇവിടെ വെച്ച് നമ്മൾ കൺഫേം ചെയ്യുന്ന ഡേറ്റ് ഡിസംബർ 8-ാം തീയതിക്ക് 7-ാം തീയതി ഞാൻ ഇവിടെ എത്തും. പോരെ? എല്ലാവരും ഓക്കെ? എന്ന് ടൈപ്പ് ചെയ്ത്. എല്ലാവരും ഓക്കെ ആണെന്ന് ടൈപ്പ് ചെയ്ത്. ഇല്ല, ആരില്ല, ആൾക്കാർ ഫാസ്റ്റ് ആയിട്ട് ടൈപ്പ്. നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം. ഗിഫ്റ്റ് വേണ്ടേ? ഇവിടെ മാനിഫെസ്റ്റേഷൻ പവർ കൂടുതൽ, ഗിഫ്റ്റ് ഒന്നും വലിയ കാര്യമില്ല. ഗിഫ്റ്റൊക്കെ നമുക്ക് വന്നോളൂല്ലേ. എനിക്ക് മാനിഫെസ്റ്റേഷൻ ഉണ്ട്, അതുകൊണ്ട് ഗിഫ്റ്റൊക്കെ വന്നോളൂ. തരണമൊന്നുമില്ല, ഞങ്ങൾ മേടിച്ചോളൂ. മാനിഫെസ്റ്റ് ചെയ്ത് ഗിഫ്റ്റ് വരുത്തിക്കോളും. സ്പീഡില്ലാതെ എല്ലാവരും നെറ്റിന്റെ സ്പീഡ് കുറവുണ്ട്, ഓക്കെയുടെ സ്പീഡ് കുറവാണ്. അടിപൊളി അടിപൊളി, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് ഫിക്സ് ചെയ്തിരിക്കുന്നു കാലിക്കറ്റ് പ്രോഗ്രാം ഡിസംബർ 8-ന്. പക്ഷെ ബുക്ക് ചെയ്യാനുള്ള ഡേറ്റ് നവംബർ 25 വരെ. ഞാൻ എഴുതി വെക്കുന്നുണ്ട് കേട്ടോ. നവംബർ 25-ാം തീയതിക്കകത്ത് ബുക്ക് ചെയ്തവർക്ക് എന്ത് ഗിഫ്റ്റാ വേണ്ടത് പറഞ്ഞോളൂ. നിങ്ങളോടാണ് ചോദിക്കുന്നത്. നിങ്ങൾ അറിയാത്ത രണ്ട് കാര്യങ്ങൾ ഞാൻ ഇന്ന് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഒന്ന്, കുറേ പേര് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിലുണ്ട്, കൃത്യമായി പ്രാക്ടീസ് ചെയ്തവരുമുണ്ട്. പക്ഷെ പ്രാക്ടീസ് ചെയ്തിട്ട് പോലും റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവർക്ക് എന്തെങ്കിലും വേണ്ടേ? എന്തുകൊണ്ട് കിട്ടുന്നില്ല? രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന, എന്നാൽ മാനിഫെസ്റ്റേഷൻ വ്യത്യസ്തമായി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ട് എൻ്റെ എനർജി എനിക്ക് കൂട്ടാൻ പറ്റുന്നില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ.
എന്തുകൊണ്ട് എൻ്റെ നമ്മളെല്ലാവരും കർമ്മഫലം, വിധി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? എന്താണ് ഈ സാധനം എന്നൊക്കെ ഞാൻ ഒരു ദിവസം പഠിപ്പിച്ചു തരാം, എന്ന് പഠിപ്പിക്കുന്നില്ല. ഭയങ്കര രസമുള്ള സംഭവമാണത്. ഇതിനെ മാറ്റാനുള്ള ഒരു കോഴ്സ് നമ്മളിലുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനെ ആർക്കും പറഞ്ഞു കൊടുത്തില്ല. കുറച്ച് പേര് മാത്രമേ ചെയ്തിട്ടുള്ളൂ. കുറച്ച് വലിയ കോഴ്സാണ്, കുറച്ച് വലിയ ഒരു മെത്തേഡാണ്. ഹീൽ ആൻഡ് മാനിഫെസ്റ്റേഷൻ എന്നാണ് ഇതിന്റെ പേര്. മുമ്പേ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ആ കോഴ്സ് അല്ലാതെ അതൊരു മെത്തേഡാണ്. കുറച്ച് ഡിഫിക്കൽട്ടി, കുറച്ച് നല്ല ഇതിലൂടെ പോകേണ്ട ഒരു മെത്തേഡാണ്. 25,000 രൂപയാണ് അതിൻ്റെ ഫീസ്. 4 ആഴ്ചകളിൽ ഫേസ് ടു ഫേസ് ഇരുന്ന് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഹീൽ ആൻഡ് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ നിങ്ങളെ പ്രാപ്തനാക്കുന്ന രീതിയിൽ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ കണ്ടന്റ്. മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുന്നവർക്ക് വേണ്ടി മാത്രം. അവിടെ നമ്മുടെ കർമ്മഫലവും അല്ലെങ്കിൽ വിളിക്കുന്ന മറ്റൊരു സാധനം ഉണ്ടല്ലോ, വിധി എന്ന് പറയുന്ന സാധനത്തെ എങ്ങനെ മാറ്റപ്പെടുത്താം എന്നുള്ള ഒരു പരിപാടിയാണ്. അത് അത്രയും യോഗ്യതയുള്ള ആൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ. അത്രയും വേണമെന്ന് ഊർജ്ജം മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ, അല്ലാതെ കൊടുക്കില്ല. 15-ാം തീയതി മുതൽ 25-ാം തീയതിക്കുള്ളിൽ പേയ്മെന്റ് ചെയ്യുന്ന ആൾക്കാർ, 5,000 രൂപയാണ് കാലിക്കറ്റ് പ്രോഗ്രാമിന്. അതിന് പേയ്മെന്റ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന, എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല, നടക്കൂല, എനിക്ക് സമയമില്ല, തിരഞ്ഞെടുക്കുന്ന, അത് അത്യാവശ്യമാണെന്ന് ഞാനല്ല തിരഞ്ഞെടുക്കുക, നറുക്കെടുപ്പിലൂടെ പ്രകൃതി അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഭാഗ്യം തെളിഞ്ഞെടുക്കുന്ന 2 പേർക്ക് ഞാൻ ആ ക്ലാസ് ഫ്രീ ആയിട്ട് കൊടുക്കും. 25,000 രൂപയാണ് ഇതിന്റെ വില. ഭാഗ്യമാർക്കുണ്ടാവുന്നത്, നിങ്ങളുടെ വിധി മാറാൻ സമയമായെങ്കിൽ, ഇവിടെ വേറെ ഒന്നുമില്ല, കണ്ടീഷൻ ഒന്നുമില്ല. നിങ്ങൾ വിധി വിശ്വസിക്കുന്നവരോട് പറയാണ്. ഞാൻ പറയുന്ന എപ്പോഴും ഓരോ മനുഷ്യനും അവനവന്റെ വിധി നിർണ്ണയിക്കുന്ന ആളാണെന്നാണ് എൻ്റെ കോൺസെപ്റ്റ്. അതിൽ മാറ്റമില്ല. പക്ഷെ നിങ്ങൾക്ക് ആർക്കെങ്കിലും മറ്റു വ്യത്യാസം ഉണ്ടെങ്കിൽ അത് മാറാൻ നിങ്ങൾക്ക് സമയമായെങ്കിൽ പേയ്മെന്റ് അടച്ചുകൊടുക്കുക. 2 പേർ, ഒരാൾക്കല്ല 2 പേർക്ക് നമ്മൾ ഇവിടെ ഇരുന്ന് നറുക്കെടുത്ത് തീരുമാനം, ഒറ്റക്കല്ല, നമ്മൾ ഒന്നിച്ചിരുന്ന് നറുക്കെടുത്ത് തീരുമാനിക്കുക. അല്ലെങ്കിൽ അന്നേ ദിവസമായിരിക്കും നമ്മൾ നറുക്കെടുത്ത്, അവിടെ ലൈവ് എടുത്ത നറുക്കെടുപ്പും. ആ നറുക്കെടുപ്പിൽ ലഭിക്കുന്ന 2 പേർക്ക് അത്രയും വലിയ കോഴ്സ്, എൻ്റെ 1-to-1 മെന്റർഷിപ്പ് ഫ്രീ ആയിട്ട് ഞാൻ നൽകുന്നു. കാരണം അത് നിയതിയാണ്. അതിനായിരിക്കാൻ ചിലപ്പോൾ ഇങ്ങനൊരു മാറ്റമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതേപോലെ ഒരു കോഴ്സ് ഫ്രീ കൊടുത്തിരുന്നു. ആ ആളറിയാലൊന്ന്, അത്രയും അർഹമായ ഒരു ആൾക്ക് നമ്മൾ കഴിഞ്ഞ കൊച്ചി പ്രോഗ്രാമിന് ഒരു ക്ലാസ് ജേർണി ടു ഹാപ്പിനെസ് ഫ്രീ കൊടുത്തിരുന്നു. ഇന്ന് അവരിലുള്ള മാറ്റം ഉണ്ടോ? അത്ര വലിയ മാറ്റപ്പെടുന്നു. ഇത് ആർക്ക് വേണം എന്ന് അങ്ങോട്ട് വിട്ടുകൊടുക്കുക. അതുകൊണ്ട് അത്രയും നന്നായി. മതിയോ? എല്ലാവരും ഹാപ്പി ആയോ? വരാൻ തീരുമാനിച്ചവരെല്ലാവരും ഹാപ്പിയാണെന്ന് പറയും. ഇപ്പൊ ആലോചിക്കുന്നത് എനിക്ക് കിട്ടും, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ. കോഴിക്കോട് വെച്ച് തന്നെ നറുക്കെടുക്കാം. കോഴിക്കോട് അവിടെ വേദിയിൽ വെച്ച് നമുക്ക് നറുക്കെടുക്കാം. അത്രയും നന്ന്. അത് മാത്രമല്ല, ഞാൻ വേറൊരു തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. കാരണം ഇന്ന് ഞാൻ കുറേ നേരം ആലോചിച്ചു, ഇത് എന്തുകൊണ്ട് എനിക്ക് മാറ്റേണ്ടി വന്നു, ഒരു രക്ഷയില്ലാതുള്ള ഒരു അവസ്ഥ വന്നു എന്നുള്ളത്. ഒന്ന്, ഞാൻ ഇങ്ങനെ സംഭവിക്കാറില്ല. കാരണം വെച്ചാൽ അത് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് പിന്നെ കൃത്യമായി നടന്നിരിക്കും, സംഭവിച്ചിരിക്കും. പക്ഷെ ഇത് പ്ലാൻ ചെയ്ത് അപ്പോഴും മുതലേ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. 2-3 ദിവസമായിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ഈ തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിയായി എല്ലാ കാര്യങ്ങളും. ആയിക്കോട്ടെ, നിങ്ങളാണെങ്കിൽ തഥാസ്തു, അങ്ങനെ സംഭവിക്കട്ടെ. ആർക്കാണ് വേണ്ടത് അവർക്ക് സംഭവിക്കട്ടെ. സുധാകുമാരി, ഓക്കെ, സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. രണ്ടാമത് വീണ്ടും പറയുന്നു, നേരത്തെ ഞാൻ പറഞ്ഞു, ലോ ഓഫ് അട്രാക്ഷൻ ചെയ്തിട്ട് അതിൽ നിന്നും ഫലം ലഭിക്കുന്നില്ല എന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ടി ഞാനൊരു കോഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല എന്ന് വെച്ചാൽ സമയമായില്ല എന്ന് കരുതി, എല്ലാം റെഡിയാണ്. ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന കോഴ്സ്. ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ അത്രയും പവർഫുൾ ആണ്.
വളരെ വളരെ എഫക്റ്റീവായി 100% റിസൾട്ട് ഉണ്ടാക്കുന്ന ഇതാണ് ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ. ഇനിയിപ്പോൾ അത് അടുത്ത മാസം മുതൽ നമ്മളത് അതിൻ്റെ ഇത് ഇവിടെ പബ്ലിക്കിലേക്ക് കൊടുക്കാൻ തുടങ്ങും. ഈ മാസം ഒന്നും കൊടുത്തിട്ടില്ല, അടുത്ത മാസമാണ് ഇത് കൊടുക്കുന്നത്. അതിന് സമയമാവട്ടെ എന്ന് എഴുതിയിരിക്കുകയായിരുന്നു. ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ, ആ കോഴ്സിലേക്ക് രണ്ടുപേരെ നമ്മൾ തിരഞ്ഞെടുക്കും. ഇത് രണ്ടും ഒരാളായിരിക്കില്ല, കാരണം രണ്ടും ഒരാൾക്ക് ആവശ്യമില്ല. അപ്പോൾ ടോട്ടൽ 4 പേർക്ക് 15 മുതൽ 25-ാം തീയതി മുതൽ പേയ്മെന്റ് ചെയ്യുന്നവർക്ക് 4 പേർക്ക് 2 സമ്മാനം. ലോ ഓഫ് അട്രാക്ഷൻ്റെ അതിൻ്റെ കോഴ്സിൻ്റെ ഫീസ് 10,000 രൂപയാണ്. ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സിൻ്റെ ഫീസ് 10,000 രൂപയാണ് അതിലുള്ളത്. ആ കോഴ്സും 25,000 കോഴ്സും 5,000 രൂപ മുതൽ മുടക്കുമ്പോൾ 2 എണ്ണം നിങ്ങളുടെ കയ്യിലെത്തും. ഇത്രയും നന്നായിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. ദുബായ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവർക്ക് 5,000 രൂപ വരെയുള്ള ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സും എത്ര കാലം കൊണ്ടും ഫ്രീ ആയിട്ട് ലഭിച്ചിരിക്കുന്നത് മാത്രം ഓർമ്മിപ്പിച്ച് ഇന്നത്തെ ദിവസം നമുക്ക് നിർത്താം. കാരണം ഇതിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ ഉള്ളവർ മാത്രം കോഴ്സ് വന്നാൽ മതി, അല്ലെങ്കിൽ സമയം കളയണ്ട. കൃത്യമായി എന്ത് ചെയ്യണം, ജീവിതത്തിൽ ലക്ഷ്യത്തോടെ മാറ്റാൻ, അവനവൻ തയ്യാറായാൽ അവനവന് വേണ്ടിയിട്ടുള്ള അവനവനാൽ സൃഷ്ടിക്കപ്പെടുന്ന വേദിയാണ് നമ്മുടെ കോഴിക്കോടും ദുബായിലും നടക്കുന്നത്. മറ്റൊന്നുമല്ല, മറ്റാരുമില്ല. നിങ്ങളായിട്ട് സൃഷ്ടിക്കുന്ന നിങ്ങളുടെ വേദിയാണ്. അവിടെ നമുക്ക് നമ്മളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുന്നുള്ളൂ എന്ന് മാത്രം ഓർമ്മിപ്പിച്ച് നമ്മൾ നിർത്തും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് മറ്റൊരു പരിപാടിയും കൂടി പോകാനുണ്ട്. അപ്പം എല്ലാവരും യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എല്ലാ ദിവസവും നമ്മുടെ ഫേസ്ബുക്കിൽ ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ട്. മാനിഫെസ്റ്റേഷനെ പറ്റിയിട്ട് ചെറിയ കിസ്സുകളും കാര്യങ്ങളും റൈറ്റപ്പുകളും എല്ലാ ദിവസവും ഇടുന്നുണ്ട്. ഒന്ന് വായിച്ചു നോക്കുക, ഒന്ന് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യേണ്ടടുത്ത് ഷെയർ ചെയ്യുക, മറ്റുള്ളവരും കൂടി എത്തിക്കുക. അതുകൊണ്ട് എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തെയും സംതൃപ്തിയോടും കൂടി ഇരിക്കുക എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് നിർത്താം. ഇനി കോമൺ ആയിട്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി എന്തെങ്കിലും വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെങ്കിൽ നമ്മളത് കാലിക്കറ്റ് പ്രോഗ്രാം ഡേറ്റ് ഓൺ 8th of December. 8th December. Sherin, you will be there. You are the coordinator for this. So I don't have any confusion for this. Okay. അപ്പോൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും സംസാരിക്കാം. Yeah, you will be the coordinator for this. This is the first chance I'm getting after നമ്മളെ മീറ്റിംഗിന് ശേഷം. Okay. Thank you. നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാണ്ട് ഷെയർ ചെയ്തോളൂ കേട്ടോ. അത് മാത്രമേ മൈൻഡപ്പ് ചെയ്യുന്നുള്ളൂ. യൂട്യൂബ് വീഡിയോ കാണുന്നവരോടുള്ള റിക്വസ്റ്റ്, നിങ്ങൾക്ക് ധൈര്യപൂർവ്വം നിങ്ങൾക്ക് നിങ്ങളെ മാറ്റാൻ തയ്യാറാണെങ്കിൽ, ആവശ്യമാണെങ്കിൽ ധൈര്യപൂർവ്വം നിങ്ങൾക്ക് കാലിക്കറ്റ് ഭാഗത്തുള്ള നമ്മുടെ കേരളത്തിലുള്ളവർക്ക് കാലിക്കറ്റിൽ വരാം, ദുബൈയിലുള്ളവർക്ക് ദുബായിൽ വരാം. 100% മണി ബാക്ക് ഗ്യാരണ്ടി എന്നാണ്. നിങ്ങൾക്ക് നടന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് ഗുണമില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞോളൂ. ഈ പ്രോഗ്രാം കഴിഞ്ഞ് കഴിയുമ്പോൾ സാറേ എനിക്കിത് യാതൊരു ഗുണം കിട്ടിയില്ലെങ്കിൽ യു ടേക്ക് ഇറ്റ് ബാക്ക്. ഞാൻ അയച്ചു കൊടുത്തു. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞവർക്ക് പേയ്മെന്റ് അയച്ചു കൊടുക്കുകയും തിരിച്ച് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ജേർണി ടു ഹാപ്പിനെസ് ജോയിൻ ആയി. വെരി ഗുഡ്. ഇറ്റ് വിൽ സ്റ്റാർട്ട് യുവർ ചേഞ്ചസ് ഇൻ മൈൻഡ്. നിങ്ങളിൽ മാറ്റം ഉണ്ടാവാൻ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ആദ്യം ജേർണി ടു ഹാപ്പിനെസ് ആണ് അത്രയും പ്രോഗ്രാം ചെയ്യുന്ന ഒരു മെത്തേഡ്. ഓക്കെ, നൗ യുവർ ടൈം ടു ടോക്ക്. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കാം. താങ്ക് യു. ഹസ്ബൻഡ് ആൻഡ് വൈഫ് 5,000 അല്ലല്ലോ. ഹസ്ബൻഡ് ആൻഡ് വൈഫ് 5,000 നിന്നാലും നടക്കൂലല്ലോ. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഓഫർ ഉണ്ടല്ലോ. വീട്ടിൽ നിന്ന് 2 പേര് വരുമ്പോൾ ഫസ്റ്റ് ആൾക്ക് ഫുൾ എമൗണ്ടും സെക്കൻഡ് ആൾക്ക് ഹാഫ് എമൗണ്ടും ആണ്. നമ്മൾ എല്ലാ കോഴ്സിലും അങ്ങനെ തന്നെ ചെയ്യുന്നത്. പക്ഷെ ദുബായിൽ അങ്ങനെ ആക്കിയിട്ടില്ല, നടക്കില്ല. ഓക്കെ, ആർക്കെങ്കിലും വേറെ സംസാരിക്കാനുണ്ടോ? ഷീലമ്മ, നോ, ഐ വിൽ നോട്ട് മിസ് യു. യു വിൽ ബി ദേർ. ഷീലമ്മ വന്നിരിക്കും. സർ, ജേർണി ടു ഹാപ്പിനെസ് എല്ലാ ദിവസവും ഉണ്ടോ സർ? ജേർണി ടു ഹാപ്പിനെസ് ആപ്പിലാണല്ലോ, എല്ലാ ക്ലാസ് ആപ്പിലാണല്ലോ, എല്ലാ ദിവസവും കിട്ടുമല്ലോ. മെഡിറ്റേഷൻ അതിനകത്ത് കാണുമോ? മെഡിറ്റേഷൻ അതിലുണ്ട്. മെഡിറ്റേഷൻ ഞാൻ ജേർണി ടു ഹാപ്പിനെസ് ഉള്ളവർക്ക് ആപ്പിൽ തന്നെ. നിങ്ങൾ എവിടെ, ഏത് നാട്ടിലാണ്? ഞാൻ ദുബായിലാണ് സാർ. എന്റെ ഹസ്ബൻഡ് ആണ് സൺഡേ വരുന്നത്. ഓ, നിങ്ങൾ എന്താ വരാത്തെ? സാർ, ഇപ്പൊ രണ്ടുപേരുടെയും കൂടെ ഒരു ജോലിയുടെ ഇഷ്യൂസ് ആയിട്ടാണ് പുള്ളി കുറെ നാളുകൊണ്ട് ട്രൈ ചെയ്യുന്നത്. ഇതുവരെ ഒന്നും ആയില്ല.
ഓക്കെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്തായാലും ഇതിനകത്ത് പോയി അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾക്ക് മാത്രമേ ജോലിയുള്ളൂ, ഹസ്ബൻഡ് ജോലിയില്ല എന്നുള്ളതാണ്? അല്ല, ഹസ്ബൻഡ് കുറെ നാളായിട്ട് ജോലിക്ക് ട്രൈ ചെയ്യാണ്. ഒരു IT കമ്പനിയാണ്. ഒരാൾ ഓഫർ പറഞ്ഞതാണ്. അപ്പൊ അത് എക്സ്പെക്ട് ചെയ്ത് നിന്നു. അത് പക്ഷെ കിട്ടിയില്ല. അപ്പൊ അതിനുശേഷം പുള്ളി ഭയങ്കര ഒരു ഡിസപ്പോയിന്റഡ് ആണ്. അപ്പൊ അത് എന്തുകൊണ്ട് എന്താ ഇങ്ങനെ കുറെ നിങ്ങൾ നാൾ വരുന്നില്ല? ഓക്കെ, ശരി, അത് കുഴപ്പം. എന്തുകൊണ്ട് നിങ്ങൾ വരുന്നില്ല? സാർ, രണ്ട് എമൗണ്ടും കൂടെ 350 വെച്ച് ഓക്കെ, ഇപ്പൊ എടുക്കാനുള്ള. എവിടെയാണ് നിങ്ങളുടെ നാട്ടില്? നിങ്ങൾ എവിടെയാണ്? ഞാനിപ്പോ ദുബായിലാണ് സാർ. ദുബായിലാണ്. ഗിസൈസിന്റെ അടുത്താണോ നിങ്ങൾ? അതെ. അല്ല, ഞാൻ ഷാർജയാണ്. മുബൈല, ഷാർജയാണ്. ന്യൂ നിങ്ങൾ മുബൈല. വണ്ടി ഉണ്ടല്ലോ നിങ്ങൾക്ക്? അതെ അതെ ഓക്കെ, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ. 350 അല്ലേ അതെ, ഹസ്ബൻഡിന് കൊടുക്കേണ്ടത്? പേ ചെയ്തു. ഓക്കെ, ഒരു 100 ദിറംസ് കയ്യിലുണ്ടാവും എക്സ്ട്രാ. ഓക്കെ സാർ, ഓക്കെ നിങ്ങളും കൂടി വരും. ഓക്കെ ഓക്കെ എനിക്കത് കോസ്റ്റ് പോലും ആവില്ല, പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് വരും. ഓക്കെ സാർ, താങ്ക് യു ഫുൾ ഡെഫിനറ്റ്ലി. എമൗണ്ട് ഒന്നും കൊടുക്കണ്ട, താങ്ക് യു 100 സോ ദിറംസ് മച്ച്. എക്സ്ട്രാ കൊടുത്തോളൂ. ഞാൻ പറയാം, എന്നെ ഒന്ന് വന്ന് പറഞ്ഞാൽ ഞാൻ അവരോട് പറയാം. ഓക്കെ സാർ, താങ്ക് യു ഓക്കെ, സാർ. ഓക്കെ, രണ്ടുപേരും താങ്ക് വരും. യു സോ മച്ച്. ഇതിന് ഓക്കെ കുട്ടികളുണ്ടോ? ഓക്കെ. കുട്ടികളുണ്ടോ? എന്തോ? ആ, കുട്ടികളുണ്ടോ? 2 മക്കളുണ്ട്. ഒരാൾ നാട്ടിലാണ്, ഒരു മോൻ ഇവിടെ നിന്ന് പഠിക്കാണ് 12th. എത്രയിലാ? മോൻ 12th സ്റ്റാൻഡേർഡ്. ഓ, ഓക്കെ. നിങ്ങൾ രണ്ടുപേരും വരും കേട്ടോ. ഓക്കെ സാർ, താങ്ക് യു. യെസ്, പറഞ്ഞോളൂ. ഓക്കെ. രഹിത, പറഞ്ഞോളൂ. നമസ്കാരം സാറേ. പറയാം. സാറ് അന്ന് ഞാൻ വിളിച്ച് സാർ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ അന്ന് പറഞ്ഞ സാറിന് ഓർമ്മയുണ്ടോ? നിങ്ങൾ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. ഷാർജ എന്നല്ലേ? അതെ അതെ അതെ. നിങ്ങൾ, ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായി തപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? മെഡിറ്റേഷൻ പോലും വരുന്നില്ലല്ലോ. ആ, ഇല്ല സാർ, അത് റൂം ഷിഫ്റ്റിംഗ് അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് വൈഫൈ ഒക്കെ മാറ്റി, അപ്പം പുതിയ കണക്ഷൻ ഒക്കെ എടുത്ത് കുറച്ച് ലേറ്റ് ആയി പോയി. അതുകൊണ്ടാ. സാർ, എന്താ ഞാൻ പറയേണ്ടത്? സാറ് പറഞ്ഞ പോലെ തന്നെ എല്ലാം സംഭവിച്ചു. സാറുമായിട്ട് കണക്ട് ആയി നിൽക്കാൻ പറ്റിയല്ലോ. എനിക്ക് അത്രയും എന്താ പറയാ, ലക്കിയാണ് ഞാൻ. ഇപ്പൊ സാറ് എന്താ സംഭവിച്ചേ? പറഞ്ഞ പോലെ തന്നെ ആ വില്ല വേറൊരാൾ ഏറ്റെടുക്കാൻ വന്നു. ഒരു എന്താ പറയാ, ലൈക്ക് എ ഗോഡ്. ശരിക്കും ഒരു ദൈവത്തിൽ പോലെ ഒരു മനുഷ്യൻ വന്ന് വില്ല ഏറ്റെടുത്തു. അതായത് ഞങ്ങളെ കയ്യിൽ നിന്ന് വില്ല എന്റെ പേരിൽ തന്നെ, പക്ഷെ പുള്ളി അത് നടത്തിക്കോളാന്ന് പറഞ്ഞിട്ട് ഏറ്റെടുത്ത് ഞങ്ങളുടെ പകുതി ബാധ്യത പുള്ളി എടുത്തു. അപ്പൊ ഞങ്ങൾ അവിടുന്ന് മാറി വേറെ റോള ആ ഭാഗത്ത്, അന്ന് സാർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, വേറൊരു വീട് കണ്ടിട്ടുണ്ട്, അവിടത്തേക്ക് മാറിയിട്ടുണ്ട്. ആ റൂമിൽ മാറി. ഇപ്പൊ നിങ്ങളുടെ ടെൻഷൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടെൻഷൻ പകുതിയും കുറഞ്ഞു പോയില്ലേ? പകുതി പോയി. വില്ല ഞങ്ങളെ തലയിൽ നിന്ന് ഒഴിവായി തന്നെ പകുതി മുക്കാല് ടെൻഷൻ മാറി. ഇപ്പൊ അത് കഴിഞ്ഞപ്പോ നിങ്ങൾ എന്ത് സംഭവിച്ചു? ഇപ്പൊ അവിടെ സമാധാനത്തിലൂടെ ഇപ്പൊ പറയണ്ടേ? താമസിക്കുന്നിടത്ത്? അതെ അതെ അതെ. ഇനിയിപ്പോ മുന്നോട്ടുള്ള കാര്യങ്ങൾ വേറെ ഉണ്ട്. അത് പക്ഷെ ഇനിയിപ്പോ അത് ചിന്തിച്ചാ മതി. പകുതി വലിയ ടെൻഷൻ അതായിരുന്നു. യെസ്, വെരി ഗുഡ്. ഞാൻ നിങ്ങൾ ഇത് മനോജിന് ജോലി കിട്ടിയോ? മനോജിന് ജോലി ശരിയായോ? ഇല്ല, ഇപ്പൊ അതന്നെ മിസ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. സൺഡേ നിങ്ങൾ വരുന്നുണ്ടോ? വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇപ്പൊ ഡ്യൂട്ടി കുറച്ച് ടൈറ്റാണ്, നല്ല ബിസി ആയിപ്പോയി. അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്ത, പക്ഷെ ലീവ് എനിക്ക് കിട്ടിയില്ല. ലീവില്ല. ലീവില്ല. ഓക്കെ, നോക്കാം നമുക്ക്. മെഡിറ്റേഷൻ നാളെ രാവിലെ മെഡിറ്റേഷൻ ഉണ്ട് കേട്ടോ. പങ്കെടുക്കുന്ന ഇന്ന് രാവിലെ ഞാൻ ഇന്നലെ ലേറ്റ് ആയി പോയി കുറെ, അതുകൊണ്ട് ഇന്ന് രാവിലത്തെ മെഡിറ്റേഷൻ വരാൻ പറ്റും. ഓക്കെ, നമുക്ക് കൂടുതൽ ഹലോ സാർ, എനിക്ക് അവിടെ അബുദാബിയിലെ അനിയത്തിയുടെ ഒരു മകനുണ്ട്. പക്ഷെ അവന് അന്ന് ലീവ് കിട്ടുന്നില്ല. ഞാൻ കിട്ടുന്നില്ല. അവന് മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. ആ കമ്പനിയുടെ പേരൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പം പിന്നെ ഇത്തിരി ടെൻഷൻ ഉള്ള ഒരാളാണ്. പയ്യനാ, 27 വയസ്സ്. ലീവ് എടുക്കാൻ പറ. പക്ഷെ ഞാൻ ലീവ് എടുത്താലും നഷ്ടമൊന്നും വരില്ല അവന്. ലീവ് എടുത്താൽ അവന് മാറ്റം ഉണ്ടാവുക ചെയ്യും. ഈ 350 ദിറം എന്ന് പറയുമ്പോ എത്ര രൂപ വരും സാർ നമ്മുടെ ഇവിടുത്തെ? ഇപ്പൊ എത്ര, 10? ഇപ്പൊ ഇന്ത്യൻ റുപ്പീസ് വീണ്ടും താഴില്ലേ. 350 ദിറംസ് ശരിക്കും അവിടെ ഹോട്ടലിൽ ചെലവാണ് കേട്ടോ, ഒരാൾക്ക് ചെലവാണ്, വേറെ ഒന്നുമല്ല.
നമ്മളവിടെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ ചിലവ് വരുന്ന എമൗണ്ട് മാത്രമാണ് അതിനകത്ത്. ഞങ്ങൾക്ക് ചിലപ്പോൾ ഇവിടുന്ന് ഞാൻ പെട്രോൾ അടിച്ചിട്ട് അവിടെ വരെ പോകുന്ന പോലും എനിക്ക് ഒന്നും കിട്ടില്ല. പ്രോഗ്രാമിൽ കൊടുക്കും ഇത്രയും ചിലവുണ്ട്. 350 നാട്ടിലെ 10,000 രൂപ വരും. ആ ഞാന് അവനോട് പറഞ്ഞു, പക്ഷെ അവൻ ലീവ് കിട്ടത്തില്ല എന്നുള്ള ഒരു ഇതിൽ നിൽക്കുന്നു. അവനവന് മാറ്റം ഒന്ന് യൂട്യൂബിന്റെ ലിങ്ക് എല്ലാം കൊടുത്തു നോക്കുക. അവനവന് മാറ്റം ഉണ്ടാക്കാൻ താല്പര്യം വരട്ടെ. ആ ആ ശരി സാർ. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നമ്മുടെ കാലിക്കറ്റ് പ്രോഗ്രാം സെറ്റായി. ഞാൻ പറയേണ്ടതെല്ലാം പറഞ്ഞു. എന്നെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ ആരെയും വരില്ല. എല്ലാവരും വരിക, അവരവർക്ക് മാറ്റം ഉണ്ടാക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. സേതുമാധവൻ പറയാണ്ട് പെട്ടെന്ന് പറഞ്ഞോളൂ, നമുക്ക് വൈൻഡപ്പ് ചെയ്ത്. നമസ്കാരം സാർ. ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് ജോയിൻ ചെയ്തത്. നാളത്തെ മെഡിറ്റേഷൻ ഞാൻ ഉണ്ടാവും, കാരണം അവിടെ കാണാമായിരിക്കുന്നു. ഇന്നാണ് നിങ്ങളെ വീഡിയോസ് എല്ലാം കണ്ടത്. ഞാൻ വളരെ ഇംപ്രസ്ഡ് ആണ്. വി ക്യാൻ ജോയിൻ ടുഗദർ ഫോർ ദ മെഡിറ്റേഷൻ. നിങ്ങൾ ഫസ്റ്റ് ടൈം ആണോ ഈ മീറ്റിംഗ്? അതെ. പക്ഷെ ഫസ്റ്റ് ടൈം ബന്ധപ്പെട്ട് നിങ്ങൾ പേരെടുത്ത് വിളിച്ചിട്ട് സംസാരിക്കാൻ പറ്റുന്ന നിങ്ങളിൽ എന്താ ഉള്ളത്? നിങ്ങൾ സംസാരിച്ചു, അതാ എനിക്ക് അത്ഭുതമായി പോയി. അതെ ഞാൻ അവളെ അത്ര ഇതിലാണ്, ടെൻഷനിലാണ് ഉള്ളത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോ നിങ്ങൾക്ക് അങ്ങനെ ഒരു വന്നിട്ടുണ്ടാവും. തോന്നുന്നു അങ്ങനെയാണ്. യു ഹാവ് സംതിങ് എൽസ്. അറിയില്ല, നോ ഐഡിയ. ഞാൻ ചെന്നൈയിലാണ്, കണ്ണൂക്കാരനാണ്. പിലാത്രയാണ് എന്റെ വീട്. It's okay. There is something else. Maybe we'll find it later. ഉണ്ട്. അല്ലാതെ നിങ്ങളെ ഇത്രയും ആൾക്കാർ, ഇന്നിപ്പോ 155 ആൾക്കാരുടെ ഇടയിൽ നിങ്ങളെ മാത്രം എങ്ങനെ നിങ്ങൾ പറഞ്ഞു എന്നോട്, സേതുമാധവൻ പറഞ്ഞു. അതെ, എനിക്ക് ഓർമ്മയുണ്ട്. ഓക്കെ, ഫൈൻ, നോ പ്രോബ്ലം. ദുബായ് പ്രോഗ്രാമിൽ ഓക്കെ ഫൈൻ, നമുക്ക് നാളെ കാണാം. നമുക്ക് ഇപ്പൊ ഇന്ത്യൻ റുപ്പീസ് 350 എന്ന് പറഞ്ഞ 8,058 റുപ്പീസ് ആണ്. നാട്ടിലെ 8,000 രൂപയാണ്. അത്രേ ഉള്ളൂ. ഓക്കെ, അത് ആരോ ചോദിച്ചു. അപ്പൊ നമുക്ക് ഇപ്പൊ നിർത്താം. എല്ലാവർക്കും ശുഭരാത്രി, ശുഭദിനം. ബാക്കിയുള്ളവർക്ക് ഓക്കെ. യൂട്യൂബ് എല്ലാവരും കാണുക, ക്ലാസ്സിൽ പങ്കെടുക്കുക. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ.